ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദിവസം കാണാൻ നമ്മെ അനുവദിച്ചതില്ലെങ്കിൽ നമ്മളെ സഹായിച്ചു തന്നെ കർത്താവിൻ്റെ കൃപയാണ്. ആമേൻ. അതിനായി നമുക്കൊരു നിമിഷം കർത്താവിനോട് നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ ദിവസത്തിനായി നന്ദി പറയുന്നു, ഈ സമയത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കർത്താവെ അത്ഭുതമായി, അതിശയകരമായി കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ താങ്ങി കർത്താവെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നമുക്ക് ഈ സമയം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങേ ആരാധിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ, കർത്താവെ ഞങ്ങളുടെ വികാരങ്ങളെ, വിചാരങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് കർത്താവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അതിൻ്റെതായ മഹത്വം അങ്ങേക്ക് നൽകുവാൻ ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ നാവുകളെയും എല്ലാം യേശോപ്പ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വിശ്വസ്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് നമ്മെ വിളിച്ച് നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇപ്പം നമുക്കൊരു വചനം ഒരുമിച്ച് വായിക്കാം. 2 തെസ്സലോനിക്കർ 3:3. 2 തെസ്സലോനിക്കർ 3:3 ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ. അങ്ങനെ കാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ആരാധിക്കാനായിട്ട് ഇത്രയും ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെ അന്ത്യം വരെയും കാവൽ ചെയ്യുവാൻ ശക്തനായ ഒരു കർത്താവ്, അത്യധികം നമ്മളെ സ്നേഹിച്ചൊരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മഹൽ ശക്തിയുള്ള ദൈവത്തെ, ആ മഹൽ സ്നേഹം നമുക്ക് നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച്, സഭ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മളെ അന്ത്യം വരെ കാത്ത കർത്താവിനെ ഒരു മനസ്സോടെ ഹല്ലേലൂയ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥാ. അന്തികയുള്ള മഹൽ ശക്തി. ഒരുമിച്ച് നമുക്ക് ഒന്നുകൂടെ പാടാം. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി. നമ്മളെ ഇതുവരെ കാത്ത ദൈവത്തിന് അന്തികയുള്ള മഹൽ ശക്തി നീ. താതൻ സന്നിധിയിൽ, താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മാമ ജീവൻ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദിവസവും പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി മധ്യസ്ഥത നിന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കണക്കെടുക്കാതെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. കുറ്റം കൂടാതെ, കുറ്റം കൂടാതെ എന്റെ തേജസ്സിൻ മുമ്പാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ള. നമുക്ക് വിശ്വസിച്ച് പാടാം. ഒരു കുറ്റവും കൂടാതെ, കുറ്റം കൂടാതെ ആ തേജസ്സിന്റെ മുമ്പാകെ, ആ നീതീകരണത്തോടെ, ആ തേജസ്കരണത്തോടെ നമ്മളെ നിർത്തുവാൻ കഴിവുള്ള ദൈവം. വിശ്വസിച്ച് മുറ്റും നീറുത്താൻ കഴിവുള്ളവ. മണ്ണിടത്തിൽ
പീഠത്തിലടിയൻ ജീവിക്കും നാളെന്നും. ഞാൻ ഓരോ ദിവസവും കർത്താവേ തിരുനാമത്തിന് ദേവാവന്ദനം ചെയ്യും. തിരുനാമം എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു. യേശുവിനോട് പാടിയാട്ടെ, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവേ? യേശു എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു. അവന്റെ നന്മകൾ അനുഭവിച്ചവർ ഒരുമിച്ച് നിനക്കേശു. നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി കർത്താവിന് ദേവാ സന്നാഹമോടെ സ്തുതി പാടി നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി കൊണ്ട് നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി പാടി. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ സഭ ഒരുമിച്ച് പാടിയാട്ടെ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാന ശാപ ആ ക്രൂശത്തിൽ നമുക്ക് വേണ്ടി ശാപശിക്ഷകളേറ്റവൻ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നിടയനന്തം വന്ദനമേ. എന്റെ പൊന്നിടയനന്തം വന്ദനേശുവിനെ വന്ദനം ചൊല്ലിയാട്ടെ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നിടയനന്തം വന്ദനമേ. എന്റെ പൊന്നിടയനന്തം വന്ദനം. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുക അന്തികയുള്ള മഹശക്തി. ഹല്ലേലൂയ. അന്ത്യം വരെയും. ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പാടിയാട്ടെ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുക അന്തികയുള്ള മഹശക്തി നീയേ. അന്തികയുള്ള മഹശക്തി നീയേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുക അന്തികയുള്ള മഹശക്തി നീയേ. ജീസസ്, ഞങ്ങളെ അന്ത്യം വരെ കാക്കുന്ന ദൈവമേ, ഞങ്ങളെ അന്ത്യം വരെയും കാക്കാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദൈവമേ. അന്തികയുള്ള മഹശക്തി നീയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഞങ്ങളെ കർത്താവ്, ഞങ്ങളെ വഴി നടത്തുന്ന ശക്തി അങ്ങാണ് കർത്താവ്.
ഞങ്ങളെ സ്നേഹിച്ചവനാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ലാഭമായാലും നഷ്ടമായാലും അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, അങ്ങനെ പറയുന്നവർ ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. വചനം പറയുന്നത് പോലെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരാരെങ്കിലും കഷ്ടങ്ങൾ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ വചനപ്രകാരം ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, ആ കഷ്ടങ്ങളെ സാരമില്ല എന്ന് എണ്ണുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവേ, ലാഭമോ നഷ്ടമായാലും ആ ഉറപ്പോടെ നമ്മുടെ കർത്താവിനോട് പറയാം, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. എന്ത് മാനമായാലും എന്ത് നിന്ദയായാലും അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറയാം, കർത്താവേ, മനുഷ്യരുടെ മാനത്തെ കർത്താവ് ഞാൻ എണ്ണുന്നില്ല. ഹല്ലേലൂയ. അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിന് പ്രകാരം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. അങ്ങയുടെ മുഖത്ത് നോക്കി ഞാൻ ആരാധിക്കും. ഞാൻ മനുഷ്യരെ നോക്കുന്നില്ല, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കുന്നില്ല, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അങ്ങേ ആരാധിക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. കരകളടിച്ച് ഉന്മുഖത്തെ പാട്ട് ആരാധിപ്പേ, എന്നിതയം തണ്ട് ആരാധിപ്പേ. ആ പരിശുദ്ധ ദൈവത്തെ ഇറക്കമുള്ള പെരിയ ദൈവ, മനസ്സലിവുള്ള ദൈവം, ഇറക്കമുള്ള പെരിയ ദേവരേ. മുഖത്തേക്ക് ഉന്മുഖത്തെ പാട്ട് ആരാധിപ്പേ, എന്നിതയം തണ്ട് ആരാധിപ്പേ. ഹല്ലേലൂയ. ഉന്മുഖത്തെ പാട്ട് ആരാധിപ്പേ, എന്നിതയം തണ്ട് ആരാധി. തൂയാവിയായ ദൈവം, തൂയാവിയേ, ഊറ്റും തണ്ണീരേ, ഇറക്കമുള്ള പെരിയ ദേവർ. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തെ തൂയാവിയേ, ഊറ്റും തണ്ണീരേ, ഇറക്കമുള്ള പെരിയ ദേവർ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഉമ്മുഖത്തെ പാട്ട് ആരാധിപ്പേ, എന്നിത് എന്റെ ഹൃദയം തന്നുകൊണ്ട് കർത്താവ്, ഹൃദയം യേശുവിനായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് മുഖത്തെ പാട്ട് ആരാധിപ്പേ, എന്നിതയം തന്ന് ആരാധി. എത്ര പേർ പറയും, ലാഭമായാലും ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. സൗഖ്യമായാലും ഇല്ലേലും നീ മാത്രമാണ് എൻ്റെ. എത്ര പേർ ഉറപ്പോടെ, മാനമോ നിന്ദയായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. സഭ ഒരുമിച്ച് യേശുവിനോട് ഉറപ്പോടെ, സൗഖ്യമായാലും ഇല്ലേലും നീ മാത്രമാണ് എൻ്റെ ദൈവം. മാനമോ നിന്ദയായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശുവേ, നിൻ സ്നേഹമോർത്താൽ ഊമരും പാടുമേ, ഊമരും പാടുമേ. ക്രൂശിലേ നിൻ ത്യാഗമോർത്താൽ, ത്യാഗമോർത്താൽ എരിതീയിലും വാഴ്ത്തുമേ, എരിതീയിലും വാഴ്ത്തുമേ. യേശുവേ. എത്ര പേർ പറയും, യേശുവേ, അങ്ങയുടെ സ്നേഹം ഓർത്താൽ കർത്താവേ. ഊമരും പാടുന്ന ഒരു സ്നേഹം, അത്രയും വലിയൊരു സ്നേഹത്തെ കർത്താവേ
ഞങ്ങൾ എരിത്തീയിലാണെങ്കിലും ഞങ്ങൾ വാഴ്ത്തും. ഒരുമിച്ച് പാടിയാട്ടെ. അവന്റെ ത്യാഗം ഓർക്കുമ്പോൾ എരിത്തീയിലും വാഴ്ത്തുമേ, എരിത്തീയിലും വാഴ്ത്തുമേ. ദേവാവേ ദേവരേ என்றென்றும் துணையாய் എന്നും തുണ നിൽക്കുന്ന ഒരു ദൈവം. ദേവാവേ பேசும் தேவரே என்றென்றுം துணையாയൂരേ. കർത്താവിന്റെ മുഖത്തേക്ക് മുഖത്തെ പാർത്ത് ആരാധിപ്പേ. ഹൃദയം തന്ന് ഹൃദയം തന്ന് ആരാധിപ്പേൻ. ഹല്ലേലൂയ. ഉമ്മുഖത്തെ പാർത്ത് ആരാധിപ്പേൻ. ഹൃദയം തന്ന് ആരാധിപ്പേൻ. പരിശുദ്ധനായ ദൈവം തൂയാവിയേ, തൂയാവിയേ ഊற்றும் തൻ കരങ്ങൾ ഉയർത്തി. ഇറക്കമുള്ള പെരിയ ദേവരേ, നമ്മുടെ മനസ്സലിയുന്ന ദൈവം. തൂയാവിയേ ഊற்றும் തണ്ണീരേ, ഇറക്കമുള്ള പെരിയ ദേവരേ. ആ വലിയ ദൈവത്തിന്റെ മുഖത്തേക്ക് മുഖത്തെ പാർത്ത് ആരാധിപ്പേ. ഹൃദയം തന്ന് ആരാധിപ്പേൻ. ഹല്ലേലൂയ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ. ഹൃദയം തന്ന് സഭ ഒരുമിച്ച് പറഞ്ഞാട്ടെ. ലാഭമായാലും നഷ്ടമായാലും, ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഉറപ്പോടെ ഹല്ലേലൂയ. സൗഖ്യമായാലും ഇല്ലേലും നീ മാത്രമാണ് എൻ്റെ ദൈവം. മാനമോ നിന്നയായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ലാഭമായാലും ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. സൗഖ്യമായാലും ഇല്ലേലും നീ മാത്രമാണ് എൻ്റെ ദൈവം. മാനമോ നിന്നയായാലും നീ മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശുവേ യേശുവേ നിൻ സ്നേഹമോർത്ത ഉമരും പാടുമേ, ഉമരും പാടുമേ. സഭ ഒരുമിച്ച് പാടിയാട്ടെ. ക്രൂശിലെ അങ്ങയുടെ ത്യാഗത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവേ, ആരായാലും യേശുവേ എരിത്തീയിലും ഞങ്ങൾ വാഴ്ത്തും. യേശുവേ ആ നിത്യ തേജസ് ഓർക്കുമ്പോൾ യേശുവേ, യേശുവേ നിൻ സ്നേഹമോർത്ത ഉമരും പാടുമേ. അത്രയും വലിയൊരു സ്നേഹം. ക്രൂശിലേ നിൻ ത്യാഗമോർത്ത എരിത്തീയിലും വാഴ്ത്തുമേ, എരിത്തീയിലും വാഴ്ത്താ. സേവസേ ദേവാവേ பேசும் தேவரே என்றென்றும் துணையாயூர். എന്നെന്നും തുണ നിൽക്കുന്ന ദൈവം. ദേവാവേ பேசும் தேவரே என்றென்றுം துணையாயூரே. ഉമ്മുഖത്തെ പാർത്ത് ആരാധിപ്പേ. ഹൃദയം തന്ന് ആരാധിപ്പേ. ഹല്ലേലൂയ. ഉമ്മുഖത്തെ പാർത്ത് ആരാധിപ്പേ. ഹൃദയം തന്ന് ആരാധിപ്പേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ സങ്കേതവും ബലവുമായ ദൈവം, കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ആമേൻ. ആ ഭയപ്പെടാതെ കർത്താവേ നീയാണ് എൻ്റെ സംഗീതം, നീയാണ് എൻ്റെ ഫലം എന്ന ആ ഉറപ്പോടുകൂടെ നമ്മൾ പാടാൻ പോവാണ്. നമ്മുടെ അടുത്ത പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവാണ് നമ്മുടെ സംഗീതവും ബലവും, എന്ത് ഭാരങ്ങൾ വന്നാലും അതെല്ലാം താങ്ങി എന്നെ നടത്തുന്ന
എൻ്റെ പ്രതിസന്ധികളിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ വലിയൊരു ദൈവം. ഹല്ലേലൂയ. ഇത്ര നല്ലവനാം പ്രിയനെ ഈ ധരയിൽ എനിക്ക് രുചിച്ചറിയണമെന്ന് എത്ര പേർ പറയും? ഹല്ലേലൂയ. സങ്കേതവും ബലവും ഏതൊരാപത്തിലും നമ്മുടെ കൂടെ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഹല്ലേലൂയ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇരുൾ തെന്നിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തെന്നിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ നമ്മെ ആശ്വസിപ്പിപ്പാൻ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലും, ഇതുപോലൊരു ദൈവം. വരുവാൻ, കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരു യേശുവിന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റവും അടുത്ത തുണയും, എന്റെ തുണയായിരിക്കുന്നവൻ. സങ്കേതവും ബലവും. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഏതൊരാപത്തിലും ഭയപ്പെടാതെ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവം. ഹല്ലേലൂയ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവം. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നെ താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്താൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഹല്ലേലൂയ. കർത്താൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഇവിടെ ഒരു വരികളുണ്ട്. ഇത്ര നല്ലവനാം പ്രിയനെ ഈ ധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്ക് താൻ മതിയാം. ആ വരികൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഉറപ്പോടെ നമ്മൾ പാടാൻ പോവാണ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് മാത്രം മതി. ഹല്ലേലൂയ. ഈ ധരയിൽ അങ്ങേ ഞങ്ങൾക്ക് രുചിച്ചറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഉറപ്പോടെ കരങ്ങൾ അടിച്ച് നമ്മൾ പാടാൻ പോവാണ്. ഇത്ര നല്ലവനാം പ്രിയനെ, ഇത്ര നല്ലവനാം പ്രിയനെ ഈ ധരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനെ ഈ ധരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതി. ഹല്ലേലൂയ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതി. എന്റെ സങ്കേതമായവൻ, എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റവും അടുത്ത തുണയും. ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റവും അടുത്ത തുണ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ആമേൻ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും. ഹല്ലേലൂയ. പ്രത്യാശയോടെ എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ അതിയോടെ ഞാൻ കാത്ത്. ഹല്ലേലൂയ. എത്ര പേർ പറയും? പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ അതിയോടെ ഞാൻ കാത്തിരി. എന്റെ സങ്കേതമായവനെ, എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റവും അടുത്ത കൂടെ. ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും. ഒന്ന് നമ്മളെ തൊടാൻ നമ്മളെ കാക്കുന്ന നമ്മുടെ ദൈവം. എന്നെ എന്നും
എന്നും വഴി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ഏതൊരാപത്തിലും എന്നെ നടത്തുന്ന ദൈവം. എനിക്കെന്നും എന്റെ ദൈവം മതി എന്ന് പാടിയട്ടെ. ഏതൊരാപത്തിലും ഏതോ നേരത്തിലും എനിക്കെന്നും എൻ ദൈവം. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. ഹല്ലേലൂയ. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ആമേൻ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണ. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ ദൈവത്തെ കരങ്ങൾ അടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ നിമിഷം കർത്താവേ ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങേ കർത്താവേ ഞങ്ങൾ ഈ സമയം ആരാധിക്കുന്നു. അപ്പ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നത് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്മകൾ നൽകിയത് കൊണ്ടല്ല കർത്താവേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കർത്താവേ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവേ ദൈവമേ, സാറാഫുകൾ ആരാധിക്കുന്ന ആ പരിശുദ്ധനെ ആരാധിക്കുവാൻ കർത്താവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ നാവുകളും ഈ സമയം എല്ലാ നാവുകളും ചലിച്ചുകൊണ്ട് ആ പരിശുദ്ധനായ ദൈവത്തെ, ആ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ നാവുകളും യേശുവിനെ പാടട്ടെ. എല്ലാ നാവുകളും യേശുവിനെ സ്തുതിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളോടും യേശു ഇടപെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളോടും പരിവർത്തിക്കുന്നതിനായിട്ട്, എല്ലാ ഹൃദയങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ. ഹല്ലേലൂയ. പാടട്ടെ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും. സ്തോത്രങ്ങൾ ഉയരട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. കർത്താവേ, നീ മാത്രം യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ. ഞങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ദൈവ കുഞ്ഞാടേ, നീ മാത്രം യോഗ്യൻ. യോഗ്യൻ നീ. യോഗ്യൻ നീ. യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ. ഹല്ലേലൂയ. നിത്യമായി സ്നേഹിച്ചു സഭ ഒരുമിച്ച് വിശ്വസിച്ച് നമുക്ക് പാടാം. ആ രക്തം നമുക്ക് വേണ്ടി ചിന്തി,
ജീവിക്കുന്നത് കൊണ്ട് ഉയർത്തെന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവൻ നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട്, ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, ഓരോ ദിവസവും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ യോഗ്യനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സഭ ഒരുമിച്ച് പാടിയാട്ടെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ബഹുമാനത്തിന് യോഗ്യനായവനെ, സ്തുതികൾക്ക് യോഗ്യനായവനെ, പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ, സകല മഹത്വത്തിനും യോഗ്യനായവനെ. സഭ ഒരുമിച്ച് പാടിയട്ടെ. യോഗ്യൻ നീ. ഹല്ലേലൂയ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നല്ലവനായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞ ദൈവത്തിന് ഹല്ലേലൂയ. ഒരു നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം, നമ്മളെക്കാൾ നന്നായി നമ്മെക്കുറിച്ച് അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയധികം നമ്മെ സ്നേഹിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവം, ആ ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് യേശുവേ. കർത്താവ്, വചനം കേൾക്കുവാൻ, കർത്താവെ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവ്. സകലത്തിൻ്റെ മീതെ യേശുവിൻ്റെ നാമം മാത്രം ഉയരപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യിരെമ്യാ പ്രവചക പുസ്തകത്തിൽ നിന്നും അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നും 1, 10, 13, 19 വാക്യങ്ങൾ വായിച്ചിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യപ്രകാരം പറയുന്നു: നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. വീണ്ടും നമുക്ക് 10-ാം വാക്യത്തിൽ വരുമ്പോൾ: നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു എന്ന് നോക്കുവിൻ, കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൻ. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ലതാനും. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 13-ാം വാക്യം: എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 19-ലേക്ക് വരുമ്പോൾ: നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക്
ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സൈന്യങ്ങളെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. യിരെമ്യാവിൻ്റെ 2-ാം അധ്യായത്തിൽ തൻ്റെ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് യഹോവയായ കർത്താവ് സംസാരിക്കുക. ആ ഇസ്രായേലിനെ വിളിച്ചപ്പോൾ അവനെ അനുഗമിച്ച് നടന്നപ്പോൾ യഹോവയായ ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം അവരുടെ മേലുണ്ടായിരുന്നു. അതാണ് 2-ാം വാക്യം പറയുന്നത്. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും, അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. അവർക്കുള്ള വാഗ്ദത്തമാ, അവരെ തൊടുന്നവനെ അവനും തൊടും, അവനെ തിന്നുകളയുന്നവരെ യഹോവയും തിന്നും. എന്നാൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജനത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് യഹോവ കർത്താവ് ഇപ്രകാരം പറയാ: നിങ്ങൾ കിത്തീയുടെ ദ്വീപിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ, കേദാറിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ചതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൻ. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ലതാനും. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. കുറച്ചു നാൾ ആ മധുവിധുവിന് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിയാ പറയുന്നത്. നിങ്ങൾ കിത്തീരുടെ ജാതികളുടെ ദേശത്തേക്ക് ഒന്ന് ചെന്ന് നോക്ക്. അവർ തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടില്ല. അവർ തൻ്റെ ദേവന്മാർ പറഞ്ഞതനുസരിച്ചിരിക്കുന്നു. അവർ ദേവന്മാർ അല്ലാഞ്ഞിട്ട് പോലും. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ മാറ്റിയിട്ട് പ്രയോജനമൊന്നുമില്ലാത്തതിനെ, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് അതിനെ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പുറകെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അവർ ചെയ്തതെന്ന് അതിന്റെ 13-ാം വാക്യത്തിൽ പറയുക: എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ ജീവന്റെ വചനങ്ങളെ, ജീവജലത്മായ യേശുവിനെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, അവർക്കിഷ്ടമുള്ള, അവരുടെ മോഹത്തിന് പറ്റിയ വിധമുള്ള, അവരുടെ ദേവന്മാർക്ക് പറ്റിയുള്ള കിണറുകളെ, ആവശ്യങ്ങളെ കുഴിച്ചു വെച്ചിരിക്കുന്നു. അവർക്കെന്ത് ഭവിച്ചു? വീണ്ടും അതിന്റെ 13-ാം വാക്യം, അവർക്ക് എന്ത് ഭവിച്ചു? നിന്റെ ദുഷ്ടത, ജീവനുള്ള, എബ്രായ ലേഖനം പറയുന്നു, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. നിങ്ങൾ എന്നെ മാറ്റി ആ കിണറുകളെ കുഴിച്ചപ്പോൾ, പ്രയോജനകരമല്ലാത്തതിനെ, നശിച്ചു പോകുന്നതിനെ, ലോകത്തിന്റെ മോഹങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുകയായിരുന്നു. നിങ്ങളുടെ ദുഷ്ടതയാ. നിങ്ങളുടെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷകരമായും കൈപ്പായി ഭവിക്കും. ഹല്ലേലൂയ. പ്രവാചകനിലൂടെ, യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ആ ഇസ്രായേൽ ജനത്തോട് ഓർമ്മിപ്പിക്കുക: എന്നെ നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു, എന്നെ ദൈവം നിങ്ങൾ മാറ്റിക്കളഞ്ഞു. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ജാതീയ ദേവന്മാർക്ക് പോലുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. അത് എന്നെ ത്യജിച്ച തുല്യമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ്. എത്ര കയ്പും എത്ര ദോഷവുമായി നിങ്ങൾക്ക് ഭവിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. എന്നിട്ടും അവർ പറയുന്നത്, അതിന് 35-ാം വാക്യത്തിലേക്ക് പറയുന്നു, ഇപ്രകാരം പറയുന്നു: നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ, അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. സത്യം എന്ന് പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഒരു മാനസാന്തരമില്ലാത്ത ജാതികൾ, ഹൃദയത്തിൽ ദുഷ്ടതയും അവിശ്വാസവും ഈ ലോകത്തിലെ ചിന്ത ഇരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത്, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല, എനിക്ക് ഞങ്ങൾക്ക് മാനസാന്തര കാര്യമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ ജനം തെറ്റിപ്പോയെന്ന്, എന്തുകൊണ്ട് ജനത്തിന്റെ ഹൃദയം മാറിപ്പോയെന്ന് അവിടെ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ 2-ന്റെ തന്നെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോരുത്തർക്കും നൽകുക. യഹോവ എവിടെയെന്ന പുരോഹിതന്മാർ അന്വേഷിച്ചില്ല,
ദൈവത്തിന്റെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം പുരോഹിതന്മാർ, അവരെ പറഞ്ഞു കൊടുക്കേണ്ടവർ, അവർ അന്വേഷിച്ചില്ല. ന്യായപ്രമാണജ്ഞർ എന്നെ അറിഞ്ഞില്ല. ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം അരക്കി കലക്കി കുടിച്ചിരിക്കുന്നവർ, അവർ ദൈവത്തിന്റെ ഇഷ്ടത്തെ അറിഞ്ഞില്ല, അവർ അതിനെ അന്വേഷിച്ചില്ല. 3, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. ഇവരെ ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാർ അവർ ഇഷ്ടത്തിനനുസരിച്ച് അവരെ നടത്തി. 4, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, ഇല്ലാത്തവരോട് ചേർന്ന് നടന്നു. പ്രവാചകന്മാരാക്കി വെച്ചിരുന്നവർ അവർ ബാൽ മുഖാന്തരം സാത്താന്റെ കാര്യങ്ങളെ ജനത്തോടെ മോഹങ്ങൾ ഇട്ടുകൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ആ ഓർമ്മ, അല്ലെങ്കിൽ ആ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത്, നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ ഓർക്കുമ്പോൾ, ഓർക്കുവാൻ കൂടി വന്നിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് നോക്കിയിരിക്കുക. പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണോ? ദൈവികമല്ലാത്ത കാര്യങ്ങളാണോ? ദൈവത്തിന്റെ ഹിതമില്ലാത്ത കാര്യങ്ങളാണോ? ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ടാണോ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ആ നിത്യ ഉറവയ്ക്ക് വേണ്ടി, നിത്യജീവന്റെ ഉറവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണോ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഹൃദയം ആരാഞ്ഞറിയുന്നൊരു ദൈവം. നമ്മൾ പൊട്ടക്കിണറുകളാണോ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവജലത്തിന്റെ ഉറവയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? അപ്രയോജനമില്ലാത്തവനെ, അസത്യമായതിനെ എടുത്തു മാറ്റി ഇന്ന് ഈ ലോകത്തിലേക്ക് നശിച്ചു പോകുന്ന പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പുറകെയാണോ നമ്മളിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഹൃദയങ്ങളെ ശോധന ചെയ്തവൻ സകലതും അറിയുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ആ നിത്യജീവനെ കുറിച്ചുള്ള ആഗ്രഹമില്ലെങ്കിൽ, നിത്യജീവന ചിന്തകളില്ലെങ്കിൽ, നമ്മൾ ഇന്ന് അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയമുള്ളവരാണെന്ന് കർത്താവിന്റെ വചനം നമ്മളെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറഞ്ഞു, ഇവരെ തെറ്റിച്ച് കളയുന്ന പ്രവാചകന്മാരോടും പുരോഹിതന്മാരോടും ഇടയന്മാരോടും കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ജനത്തിന് ആ നിത്യജീവന്റെ ഉറവയാണോ, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തതിനെയാണോ കൊടുക്കുന്നത്? ഒരു നിമിഷം ആ കർത്താവിന്റെ ക്രൂശിനെ ഓർക്കുമ്പോൾ, ആ ക്രൂശിന്റെ വചനമാണോ നമ്മളിന്ന് ഹൃദയത്തിൽ നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങളെയാണ്? നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ തന്നെ നിശോധന ചെയ്യുന്നു. ആ കർത്താവിന്റെ ക്രൂശ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്, അടികൊണ്ടത്, നിന്ദകളേറ്റത്, തുപ്പലേറ്റത്, ആ ക്രിസ്തുവിനെ പോലെയാക്കി ആ നിത്യതയിൽ നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ്, മറ്റൊന്നിനും വേണ്ടി. എന്നാൽ അതിനെ വിട്ട്, ആഗ്രഹം വിട്ട്, ആ ചിന്തകളെ വിട്ട്, പ്രയോജനകരമല്ലാത്തതിനെ, ഈ ലോകത്ത് നശിച്ചു പോകുന്നതിനെ ഓർത്താണോ നമ്മുടെ ജീവിതം? മടങ്ങി വരുവാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുക. എനിക്ക് പാപമില്ല എന്ന് പറയുന്നവൻ തന്നെ തന്നെ വഞ്ചിക്കുന്ന കർത്താവൻ യോഹന്നാന്റെ ലേഖനം പറയുന്നത്. ഇവിടെ അവരതന്നെ പറയും, ഞങ്ങൾക്ക് പാപമില്ല, ഞങ്ങൾക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവ് നമ്മളോട് വ്യവഹരിക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ആ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ, ആ ക്രൂശിനെ നമ്മൾ ഓർക്കുമ്പോൾ, ആ ക്രൂശിന്റെ കഷ്ടതകളെ നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം എങ്ങനെയാ? ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം. നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു വട്ടം കൂടി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു വന്നവരാണ്. എന്നാൽ എവിടെയെങ്കിലും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം? വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെയാണോ നമ്മൾ കുഴിച്ചിരിക്കുന്നത്? പ്രയോജനകമല്ലാത്ത ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ? അല്ലെ അതിന്റെ പുറകെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? ഇന്നിവിടെ നമ്മളിൽ പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഇടയന്മാരുണ്ട്. നമ്മൾ ശുശ്രൂഷിക്കുന്നത് ദൈവജനം തെറ്റിപ്പോകുന്ന പ്രയോജനകരമായ കാര്യത്തെക്കുറിച്ചാണോ? എവിടെയെങ്കിലും കർത്താവിന് ഹിതമില്ലാത്തതുണ്ടെങ്കിൽ, എനിക്ക് പാപമില്ല എന്ന് പറയുന്നതല്ല, കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്കാൻ മാത്രം ചെയ്യുകയെന്ന് കർത്താവ് നമ്മളോട് പറയുക. ക്രൂശ് ഒരു മടങ്ങി വരവാണ്. ക്രൂശ് നമ്മളെ മടക്കി വരുന്നതാണ്.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ദൈവശക്തിയിലേക്ക് മടങ്ങി വരുവാൻ, ജീവൻ ആ പൊട്ട കിണറെല്ലാം ഉപേക്ഷിച്ച് ആ ജീവന്റെ കിണറുകൾ മാത്രം കുഴിക്കുന്നതിനായി തീരുവാൻ, പ്രയോജനമില്ലാത്തതെല്ലാം മാറ്റിവെച്ച് ആ സർവശക്തനായ യേശുവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിനായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുക. കർത്താവ്, ഞങ്ങളുടെ ആ നിന്ദകൾ, പരിഹാസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഹിച്ചത്, കർത്താവെ, ആ തേജസ്സും മഹത്വവുമാണ് ഞങ്ങൾക്ക് അണിയിക്കാനാണല്ലോ. ആ തേജസ്സും മഹത്വവും അണിയിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ എത്തിക്കുവാൻ, കർത്താവെ, നീ അനുഭവിച്ച കഷ്ടങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, നീ സഹിച്ച പീഡകളെ ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ പലപ്പോഴും കർത്താവെ, ആ ദൈവ ഇഷ്ടത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. എവിടെയെങ്കിലും പലപ്പോഴായി ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പ ഞങ്ങൾ സമ്മതിക്കുന്നു, മടങ്ങി വരുവാൻ, ആ ജീവന്റെ ഉറവിലേക്ക് മടങ്ങി വരുവാൻ, ആ ജീവന്റെ ഉറവയാ നിറഞ്ഞവരായി തീരുവാൻ, ആ ജീവന്റെ ഉറവയെ മാത്രം ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കൃപ നൽകി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഓരോ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. കഴുകി ശുദ്ധീകരിച്ച് തേജസ്സും ഹല്ലേലൂയ അണിയിക്കുന്നവരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവും. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കിടക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ സ്തോത്രമായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി ജീവിക്കുന്ന എല്ലാവർക്കും ഈ അപ്പമിൽ നിന്നും പാനം ചെയ്യാവുന്നതാണ്. ആ യേശുവിൻ്റെ രക്ഷ ആരെങ്കിലും അനുഭവിച്ചിട്ടില്ല എങ്കിൽ അവർ തങ്ങളുടെ സ്ഥാനത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷമാ കടന്ന് നമ്മളെ സഹായിക്കും. നമുക്ക് അതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയമാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു വചനഭാഗം നോക്കാം, ദൈവം നമ്മളോട് എന്താ പറയുന്നതെന്ന്. ലേവ്യ പുസ്തകം അധ്യായം 27 അധ്യായം 27-ന്റെ 30-ാം വാക്യം. അധ്യായം 27-ന്റെ 30-ാം വാക്യം, ലേവ്യ പുസ്തകം. അതിൽ പ്രകാരം പറയുകയാണ്, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും
10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതല്ലോ. നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വെച്ചുമാറുകയും അരുത്. വെച്ചുമാറുന്നുവെങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പന ഇവ തന്നെ. ആമേൻ. ദൈവം ഇതിനകത്ത് പറയുകയാണ്, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിന്റെ ദശാംശമൊക്കെയും യഹോവക്കുള്ളതാകുന്നു എന്ന് പറയുന്നു. ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളായിരിക്കുമ്പോൾ ഈ ഒരാഴ്ച നമ്മൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾക്ക് അതിന്റെ അധ്വാന ഫലം നമ്മൾക്ക് എല്ലാവരുടെയും കൈകളിലുണ്ട്. ആമേൻ. യഹോവയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിലെ ഓരോ ശുശ്രൂഷയ്ക്കും ഉള്ളതാണ്. ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുകയാണ്, ഇതിനകത്ത് 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പന ഇവ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ദൈവം നേരിട്ട് കൽപ്പിച്ച കൽപ്പനയാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനയാണ്. നമ്മൾ ദശാംശം കൊടുക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. നിങ്ങളുടെ നിലത്തിലോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിലത്തിലല്ല ജോലി ചെയ്യുന്നത്, നമ്മൾ പല മേഖലയിലോ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മളെ നടത്തിയത്, അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ ശക്തി തന്ന ബലം തന്നത് ദൈവമാണ്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവത്തിന്റെ ആലയത്തിൽ കൂടുമ്പോൾ, ദൈവത്തിന് അതിൻ്റെ ഒരു ദശാംശം നമ്മുടെ സഭയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുകയാണ്, നമുക്കൊരു വാക്യം കൂടി നോക്കാം. ദൈവം നമ്മോട് കൽപ്പിച്ച കൽപ്പന അനുസരിക്കാതിരുന്നാൽ നമുക്ക് എന്ത് പറ്റുമോ? നമ്മൾ ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതാണ് മലാക്കി 3:8. മലാക്കി പ്രവാചന മുഖാന്തിരം, നമ്മുടെ പഴയ നിയമത്തിലെ അവസാന അധ്യായമായ മലാക്കിയിൽ അതിൻ്റെ 3:8 ഇപ്രകാരം പറയുകയാണ്, മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. ആമേൻ. അപ്പോൾ ഇതിൽ പറയുകയാണ്, നമ്മൾ ദൈവം കൽപ്പിച്ച് ഈ കൽപ്പന അനുസരിക്കാതിരുന്നാൽ ദൈവത്തെ നമ്മൾ എപ്രകാരം തോൽപ്പിക്കുന്നു. നമ്മളെ ദൈവം ഈ ആരോഗ്യം തന്നിട്ട് ഒരാഴ്ച നമ്മളെ നടത്തി, ബലത്തോടെ നടത്തി, നമുക്ക് ബലം തന്നു, നമുക്ക് ദശാംശം കൊടുക്കുവാൻ ശക്തി തന്നിട്ടും നിങ്ങൾ ദൈവത്തിന് ആ കൽപ്പന അനുസരിക്കാതിരുന്നാൽ എപ്രകാരം നമുക്ക് ദൈവത്തെ തോൽപ്പിക്കാമെങ്കിൽ ഇങ്ങനെ തോൽപ്പിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദശാംശത്തിലും വഴിപാടിലും നമ്മൾ ദൈവത്തെ തോൽപ്പിക്കുന്നവരാണോ? അല്ലെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ച ദൈവം തന്ന ആരോഗ്യം നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ ഒരു നല്ലൊരു പങ്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ആലയത്തിൽ വേണ്ടി കൊടുക്കുന്നവരാണോ എന്ന് നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. ആമേൻ. അപ്പോൾ ഈ ഒരാഴ്ച അങ്ങ് തന്ന ബലത്തിനായി ശക്തിക്കായി നന്ദി പറയുന്നു കർത്താവ്. അത് മുഖാന്തരം ഞങ്ങൾ അധ്വാനിച്ചു കർത്താവ്. അതിൽ നിന്നൊരു പങ്ക് അങ്ങയുടെ വേലയ്ക്കായി, അങ്ങയുടെ സഭയുടെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് അറിയുന്നു. ഞങ്ങൾ കർത്താവെ, അങ്ങ് നേരിട്ട് കർത്താവെ, മക്കൾ സ്വന്തം ജനത്തിനു വേണ്ടി ആ സീനായ് മലയുടെ മുകളിൽ വെച്ച് മോശ മുഖാന്തരം അരുൾ ചെയ്തതുപോലെ അങ്ങ് നേരിട്ട് അരുൾ ചെയ്താണ് ഞങ്ങൾ അറിയുന്നു. ആലയത്തിന്റെ ശുശ്രൂഷകൾക്കായി ഒരുങ്ങുവാൻ തക്കവണ്ണം, ആ ശുശ്രൂഷകൾക്കായി കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഞങ്ങളുടെ കരത്തിൽ കർത്താവ് ഞങ്ങളുടെ അധ്വാന ഫലം എടുക്കുന്നു കർത്താവെ. അത് ഞങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദേശത്തെയും ഞങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നു. അങ്ങ് കർത്താവെ, അങ്ങയുടെ കൽപ്പന ആചരിക്കുമ്പോൾ അത് കർത്താവ് ഞങ്ങളുടെ നന്മയ്ക്ക് അത് വ്യാപരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഈ നിമിഷം ഞങ്ങളുടെ കരങ്ങളെടുത്തിരിക്കുന്ന എത്ര രൂപയായിക്കോട്ടെ, ഹല്ലേലൂയ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ, സഭയുടെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഒതുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ആഴ്ചകളിൽ ഞങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കുവാനുള്ള ശക്തി ബലം അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജ്വലിപ്പിക്കുവാൻ ഇടയായിത്തീരണം. ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം കൈവരിക്കുവാൻ ഇടയായിത്തീരണം. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയായിത്തീരണം. ക്രിസ്തുവിനെ പോലെ ഞങ്ങളായിത്തീരുവാൻ ദൈവത്തിൻ്റെ വചനം ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എനിക്ക് സന്തോഷം. ഇന്ന് താങ്ക് യു. എനിക്ക് യെരേമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ കേട്ടായിരുന്നു. നിങ്ങൾ 2 തരത്തിലുള്ള ദോഷം ഞാൻ നിങ്ങളിൽ കാണുന്നു. എന്താണ് കാര്യം? ദൈവത്തെ നമ്മൾ വിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ
ദൈവമെന്ന് പറയുന്ന വേറെ പലതിൻ്റെയും പിന്നാലെ നമ്മളെല്ലാവരും പോകുന്നവരാ. നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ പലപ്പോഴും മറന്നുപോകും. ചിലപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കും. മനുഷ്യരെ പലപ്പോഴും നമ്മൾ ദൈവമാക്കി മാറ്റും. പക്ഷെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് ദൈവത്തെ നമ്മുടെ വാസസ്ഥലം, നമ്മളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിന് നാം അവന് വാസസ്ഥലം ഒരുക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞേ, നാം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മധ്യത്തിൽ വസിക്കുവാനാണ്. ദൈവം ആദ്യം മുതൽ ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ദൈവം ആദ്യം മുതൽ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചില നിബന്ധനകളുണ്ട്. ദൈവം വെറുതെ വന്ന് വസിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് നമ്മളുടെ മധ്യത്തിൽ വസിക്കണമെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം, അതിൻ്റെ കളം ഒരുക്കാതെ ദൈവത്തിന് മധ്യ വരാൻ പറ്റില്ല. ആരോ പറഞ്ഞതുപോലെ ദൈവത്തിനോട് ചുമ്മാ വന്നാൽ പോരായിരുന്നു. നമ്മളെ സസ്പെൻസിൽ നിർത്തുന്ന ഒരു ദൈവം എന്തിനാ? നമ്മളോട് അങ്ങോട്ട് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെളിപ്പെടുത്തിയാൽ പോരെ. അങ്ങനെ വെളിപ്പെടുത്താൻ വന്നാൽ നമ്മൾ ആരും ജീവിച്ചിരിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരണമെങ്കിൽ നമ്മെ ആദ്യം തന്നെ ശുദ്ധീകരിക്കണം. അതിൻ്റെ വില നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു. നമ്മെ ശുദ്ധീകരിക്കാതെ നമ്മുടെ മധ്യത്തിൽ വരാൻ സാധ്യമല്ല. രണ്ടാമത്, നമ്മളെ ഒരുമിപ്പിക്കണം. അത് ക്രിസ്തു യേശുവിൽ നമ്മളെ ഒരുമിപ്പിച്ചു. അല്ലല്ലോ, ഈവൻ ദോ നമ്മളെല്ലാവരും പല മൈൻഡിലാണ് ചർച്ചിൽ വരുന്നതെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ നമ്മെ എല്ലാവരെയും ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. ഒരാത്മാവിനാൽ നമ്മെ ഒരാത്മാവിനാൽ നിറച്ചു, രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചത് ഒരുപോലെ ഉള്ള ഒരു കൂട്ടത്തെ ആക്കി തീർക്കുവാനാണ്. അപ്പം ആ ഒരു കാര്യം ദൈവം ചെയ്തത് ദൈവത്തിന് നമ്മുടെ മധ്യേ വസിക്കുവാനാണ്. അപ്പം ഇത് ഓർത്തോളണം. ദൈവത്തിന് നമ്മുടെ നടുവിൽ, നമ്മുടെ മധ്യഭാഗത്ത് നമ്മൾ കൂടി വരുന്നതിൻ്റെ കാരണം അതാണ്. പലരും നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. എന്നോട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ കൂടി വരുന്നത്? കൂടി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. മറ്റത് അനുഭവിക്കാം, എന്നാൽ വേറൊരു രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, കർത്താവിനെ ആരാധിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ഒരാത്മാവിൽ കൂടി വന്ന് നമ്മുടെ മധ്യത്തിൽ നടക്കുന്നവനായ ദൈവത്തെ അനുഭവിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പം ഞാൻ 1-2 വാക്യം തരാൻ പോകും. 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നത്, 1 പത്രോസ് 2:5, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി, കണ്ട, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പം ഞാനും നിങ്ങളും എന്താണ്? ജീവൻ. അല്ല, അടുത്ത ആൾ പറ, എനിക്കും നിങ്ങൾക്കും ജീവനുണ്ടെന്ന് പറ. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മൾ പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു ആത്മീക ഗൃഹമായി ഞാനും നിങ്ങളും പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ജീവനുള്ള ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം, ഇല്ലെങ്കിൽ കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകെ ആകേണ്ടതിന് പണിയപ്പെടും. അപ്പം നമ്മളെല്ലാവരും ഒരു ആലയം. ഞാൻ പറയുന്ന 2 കാര്യമുണ്ട്. പിതാവായ ദൈവം പുത്രന് വേണ്ടി ഒരു നല്ല ഒരു മണവാട്ടിയെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പിതാവിന് വേണ്ടി ഒരു ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 പ്രവൃത്തിയുണ്ട് ഇവിടെ. പുത്രനായ യേശു എന്ത് ചെയ്യുകയാ? പിതാവിന് വേണ്ടി ഒരാലയം പണിയുകയാണ്. ഇതിൻ്റെ ആലയത്തിൻ്റെ ജീവക്കല്ലുകൾ ഞാനും നിങ്ങളുമാണ്. അപ്പൊ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി ആണ് നമ്മൾ പലരോടും നമ്മൾ സുവിശേഷം പറഞ്ഞ് കർത്താവ് അവരെ സ്പർശിച്ച് അവരെയും ജീവക്കല്ലുകളുടെ ഈ ഗണത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് മനോഹരമായിട്ടുള്ള ഇതെല്ലാം പണിത് നമ്മൾ കാണാൻ പോവാ. കർത്താവിൻ്റെ നമ്മൾ പല പല കെട്ടിടങ്ങളെല്ലാം കാണാൻ പോകുന്നവരാണ്. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലെല്ലാം മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാൻ ഞാൻ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് പറയുകയാണ്.
ഞങ്ങൾക്ക് ഈ നല്ല കെട്ടിടങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഏജസിലൊക്കെ ഇപ്പോഴുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം അതിൻ്റെ ആ മനോഹാരിത്യം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. എന്നാൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു കെട്ടിടമുണ്ട്, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ആലയമുണ്ട്. എന്ത് ആലയമാണെന്ന് അറിയാമോ? ഇതുവരെയും മനുഷ്യൻ്റെ കണ്ണിൽ ഇതുവരെയും ഇമ്പം തോന്നിയിട്ടില്ലാത്ത രീതിയിൽ, ഇല്ലെങ്കിൽ നമ്മൾ അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒന്ന് എൻ്റെ കർത്താവിൻ്റെ ആ കൈപ്പണി കൊണ്ടുള്ള ഒരാലയം കാണാൻ പോവുകയാണ്. അത് നമ്മൾ കാണുമ്പോഴേ അറിയുള്ളൂ എന്താണെന്ന്. ഹല്ലേലൂയ! അത് ജീവനുള്ള ആലയമാണ്. നമ്മൾ ഇത്ര നാൾ കണ്ടതെല്ലാം ചത്തതാണെങ്കിൽ ഇത് ജീവനുള്ളതാണ്. അതിൻ്റെ ജീവക്കല്ലുകൾ ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ അതിൻ്റെ ആ ഭംഗിയിൽ, രൂപഭംഗിയിൽ എന്നെയും നിങ്ങളെയും പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവ് പുത്രന് വേണ്ടി മണവാട്ടിയെ ഒരുക്കി, തന്നെ നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഏറ്റവും ഭംഗിയുള്ള ഒരു മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു പിതാവിന് വേണ്ടി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പോൾ പണിയുന്നത് ഞാനും നിങ്ങളും അല്ല, പാസ്റ്ററും അല്ല, ബിഷപ്പും അല്ല, ആരുമല്ല. പണിയുന്നത് എൻ്റെ കർത്താവാണ്. നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമാണ്. ഹല്ലേലൂയ! അപ്പോൾ കർത്താവിൻ്റെ ആലയം പണിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആലയം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ നടുവിൽ വസിച്ച് ഒരു കുടുംബമായി തീരുവാനാണ് അവൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ! ഈ കുടുംബം ചേരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ മോളുടെ അടുത്ത് പോയി. അപ്പോൾ കുടുംബത്തിലെല്ലാവരും ചേരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് കൊച്ചുമക്കളൊക്കെ ഉള്ളവർക്കറിയാം, നമുക്ക് കൂടുതൽ താല്പര്യം മക്കളെക്കാളും കൂടുതൽ എന്താ താല്പര്യം? കൊച്ചുമക്കളെയാണ് താല്പര്യം. അത് കൊച്ചുമക്കളുള്ളവർക്ക് അറിയാം അതിൻ്റെ പ്രത്യേകത. കാരണം ഒരു വലിയ സന്തോഷമാണ്. എൻ്റെ ദൈവം ഇതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ! നമ്മളുടെ മധ്യത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന പിള്ളേരെയാ കൂടുതൽ താല്പര്യം. ആമേൻ. ഞാനും നിങ്ങളും കൊണ്ടുവരുന്ന ആത്മീയ ശിശുക്കളാ കർത്താവിന് വലിയ താല്പര്യമാണ്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ പഴയ നിയമത്തിൽ, അതായത് പുറപ്പാടിൻ്റെ പുസ്തകം, അതിൻ്റെ ഏതാനും അധ്യായത്തിലൊക്കെ, നമ്മൾ 25-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് നിങ്ങളൊരു മന്ദിരം പണിയണം. ഹല്ലേലൂയ! അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം അപ്പോഴേ പറയുകയാണ്. ആദാമിൻ്റെ കൂടെ ദൈവം വസിച്ചപ്പോൾ പാപം അവിടെ ആദാം ചെയ്യുവാൻ ഇടയായപ്പോൾ എന്തു പറഞ്ഞു? ഇനി നിനക്ക് ഈ എൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ എൻ്റെ നടുവിൽ നിനക്ക് ഇനി വസിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു. ആദാമിനെ അവിടുന്ന് പുറന്തള്ളി. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് അതിനെല്ലാം നമുക്ക് ദൈവം വഴിയൊരുക്കിയത്, ദൈവത്തിൻ്റെ പദ്ധതി കാണിക്കുകയാണ്. ഒന്നൊന്നായി ദൈവം ആ പദ്ധതി ആവിഷ്കരിക്കുന്നത് പഴയ നിയമം പുറപ്പാട് മുതൽ, അല്ലെങ്കിൽ ആദ്യം മുതൽ കാണാൻ പറ്റുമോ അത്? എന്നാൽ പുറപ്പാടായപ്പോൾ 25-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ 29-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഐ വിൽ ബി ദെയർ ഗോഡ്. അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? ഞാൻ അവരുടെ എല്ലാറ്റിൻ്റെയും ഉറവിടം ഞാനായിത്തീരും. ദൈവം ആരാ? ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സകലത്തിൻ്റെയും ഉറവിടം അവനാണ്. ഹീ ഈസ് എ സോഴ്സ് ഓഫ് എവറിത്തിങ്. ഇന്ന് നമ്മൾ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഇന്ന് പ്രകാശിച്ചില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജീവിച്ചിരിക്കില്ല. പക്ഷെ സൂര്യനെ സൃഷ്ടിച്ചൊരുവനുണ്ട്, സൂര്യന് ശക്തി പകരുന്ന ഒരുവനുണ്ട്. അവൻ നമ്മുടെ ദൈവമാണ്. അത്യുന്നതനായ ദൈവമില്ല എങ്കിൽ ഭൂമിയിലല്ല, ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പില്ല. അപ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? അവിടെ ഒരു സിംഹാസനത്തിൽ ഇത് വാഴനേക്കാളും കൂടുതൽ ജനങ്ങളുടെ, തൻ്റെ മക്കളുടെ നടുവിൽ വന്ന് വാസം ചെയ്യുവാനാണ് എൻ്റെ ദൈവത്തിന് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. ഹല്ലേലൂയ! അടുത്ത ആൾ പറ, ദൈവം നമ്മുടെ പിതാവാണെന്ന് പറ. ആമേൻ.
അപ്പോൾ ഈ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാവീദ് വന്നു. ദാവീദിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന്, ഒരു ആലയം പണിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദിനോട് ദൈവം പറഞ്ഞത്, നീ അല്ല പണിയാൻ പോകുന്നത്, നിന്റെ മകൻ പണിയുമെന്ന് പറഞ്ഞു. നിന്റെ തലമുറയുള്ള മകൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല, യേശുക്രിസ്തുവാണ്. എന്നാൽ ദാവീദ് വിചാരിച്ചത് എന്താണെന്നറിയാമോ, എൻ്റെ മകനായ ശലോമോനാണ് പണിയാൻ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ 2 ദിനവൃത്താന്തങ്ങൾ അതിൻ്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ 18-ാം വാക്യമാണ് പറയുന്നത്, ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ചവനായ ദൈവം, വലിയൊരു പ്രപഞ്ചം, വലിയൊരു ഇതാണ്, ആകാശവും ഭൂമിയും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവം ഈ ആലയത്തിൽ വസിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അത് കേട്ടപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും. ഞാൻ വസിക്കുന്നത് കെട്ടിടങ്ങളിലല്ല, ഞാൻ വസിക്കുന്നത് എവിടെയാ? ഞാൻ വസിക്കുന്നത് എൻ്റെ മക്കളുടെ മധ്യത്തിലാണ്. അപ്പം ദൈവം നമ്മുടെ നടുഭാഗത്തുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ആലയത്തിൽ വരുമ്പോൾ നമ്മൾ കെട്ടിടത്തിലല്ല വരേണ്ടത്, കെട്ടിടത്തിലല്ല നമ്മൾ വരുന്നത്. എവിടെ വരുന്നത്? ജനങ്ങളുടെ നടുഭാഗത്ത് ഒരുവനുണ്ട്. അതല്ലേ ഈ എബ്രായറിലെ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം പറയുന്നത്, ഒരിക്കലും കൂടി വരുന്നത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നെവർ ഫോർസേക്ക് ദി അസംബ്ലിംഗ് ഓഫ് ടുഗെദർ. എന്താ കാരണം? നിന്റെ ദൈവം അവിടെയുണ്ട്. അപ്പൊ ഞാൻ ആലയത്തിൽ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവത്തെ അനുഭവിക്കുവാൻ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ പിതാവ് വരുന്നുണ്ട്, ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ കർത്താവ് വരുന്നുണ്ട്, ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ആ സ്നേഹം അനുഭവിക്കുവാൻ. അതാണ്, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആലയത്തിൽ വരണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഇത് ആദ്യം മുതൽ ദൈവം ആവിഷ്കരിച്ചത് ഇപ്രകാരം നടുവിൽ വന്ന് വസിക്കുവാനാണ്. കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? നോക്കാതെ പറയാൻ ആർക്ക് പറ്റും? ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ജാതികൾ അന്ന് പലപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഈ മർമ്മം അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ജാതികളുടെ മധ്യത്തിൽ എന്താ ഉള്ളത്? അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ. അവിടെ എന്താണ്? ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അവിടെ ഇരിക്കുന്നു എന്ന് എഴുതിയേക്കണത്. ഞാൻ ചിലതൊക്കെ മാറ്റി പറയും. നിങ്ങളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എന്നെയും നിങ്ങളെ ആ വിശുദ്ധ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയതാ. ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ബൈബിൾ പറയുന്ന പ്രകാരം എത്ര വർഷമായി? 6000 ചില്ലാനും വർഷമായിട്ടുള്ളൂ. 6000 വർഷം എന്ന് വെച്ചോ, അത്ര ആയിട്ടുള്ളൂ. എന്നാൽ അതിനു മുമ്പ് ദൈവം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ദൈവത്തിന് ദൈവം സ്നേഹമാണോ? സ്നേഹമാണോ? ദൈവം ആരെ സ്നേഹിച്ചിരുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സ്നേഹ കൂട്ടായ്മയിൽ അവരുടെ ആ സ്നേഹം അവർക്ക് പങ്കിടുവാൻ മനുഷ്യനെയും കൂട്ടി. അതുകൊണ്ടാണ് മനുഷ്യനൊരു പ്രത്യേക സ്ഥാനം. എല്ലാ സൃഷ്ടികൾക്കും അപ്പുറമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ ഈ സ്നേഹ കൂട്ടായ്മയിൽ മനുഷ്യനെയും തൻ്റെ മക്കളെയും ഉൾപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതിയിൽ ഞാനും നിങ്ങളും ഭാഗവാക്കുകളായി തീർന്നു. എത്ര പേർക്ക് എന്നെ കുറിച്ച് അറിയാം? ദൈവത്തിൻ്റെ വിശുദ്ധ കൂട്ടായ്മയിൽ നമ്മളെ ഉൾപ്പെടുത്തിയത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പുത്രൻ എന്നുള്ള വ്യക്തിയിൽ എന്നെയും ഉൾപ്പെടുത്തി. ഇതൊരു വലിയ മർമ്മം. അത് ഈ മർമ്മമാണ് ജാതികളുടെ മുമ്പിൽ അവിടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവം വെളിപ്പാടിൻ്റെ ദൈവമാണ്. അടുത്ത ആൾ പറഞ്ഞേ, ദൈവം വെളിപ്പാടിൻ്റെ ദൈവമാണ്. എന്തായി വെളിപ്പാടിൻ്റെ ദൈവം എന്ന് പറയുന്നത്? വെളിപ്പാടെന്ന് പറഞ്ഞാൽ മർമ്മങ്ങൾ, രഹസ്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി തരും. പലപ്പോഴും പലർക്കും എന്താ ഇവിടെ പ്രപഞ്ചത്തിൽ നടക്കുന്നതെന്ന് ഒരു ഗ്രാഹ്യമില്ല, നമുക്കും ഗ്രാഹ്യമില്ല.
എന്നാൽ എനിക്കും നിങ്ങൾക്കും വെളിപ്പാട് നൽകി ക്രിസ്തുവേശു മുഖാന്തരമാണ് സകലതും ഉളവായത് എന്നുള്ള വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും നിന്റെ കർത്താവ് തന്നു. അതുകൊണ്ടല്ലേ നമ്മളിവിടെ കൂടി വന്നത്. ഹല്ലേലൂയ. ദൈവം വലിയ വലിയ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നതാണ്. ഇനി എന്ത് സംഭവിക്കും അതും ദൈവം വെളിപ്പെടുത്തിയോ. അതാണ് ഈ എഴുതപ്പെട്ട വചനത്തിൽ ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ മർമ്മങ്ങൾ ദൈവം നമുക്ക് സഭയിലാണ് വെളിപ്പെടുത്തി തരുന്നത്. എങ്ങനെ? പരിശുദ്ധാത്മാവ് മുഖാന്തരം. ഹല്ലേലൂയ. ദൈവം അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നതും. പരിശുദ്ധാത്മാവിനെ തന്നത് മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, കർത്താവിനെ നമ്മുടെ മധ്യത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. നമ്മളെ ഒരുമിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്നതും പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. നമുക്ക് അന്യോന്യം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു കുടുംബമാണെന്ന് പറഞ്ഞില്ലേ. ഈ കുടുംബമാക്കി തീർക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അപ്പോൾ ദൈവം നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ തന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പവിത്രമാക്കുവാൻ വേണ്ടി, അതായത് നമുക്ക് ഇനിയും നമ്മുടെ പല രീതിയിലുള്ള നമ്മുടെ ചില ഭാഗത്ത് ഇനിയും നമുക്ക് എന്ത് വേണം? നമുക്ക് ചില ശുദ്ധീകരണം ആവശ്യമുണ്ട്, ചില ഉരുക്കേണ്ട ആവശ്യമുണ്ട്. ഉരുക്കുന്ന എങ്ങനെയാ? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നമ്മളെ പൊന്നുപോലെ നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ആമേൻ. അപ്പോൾ ദൈവം നമ്മളെ, അതുമാത്രമല്ല, ദൈവം നമുക്ക് വചനം തന്നു. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ആ വചനത്തിൽ എന്ത് ചെയ്യും? വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, നമ്മളതനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ വചനവും നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ വചനത്താൽ ശുദ്ധീകരണം, ആത്മാവിലാലുള്ള ശുദ്ധീകരണം, രക്തത്താലുള്ള ശുദ്ധീകരണം, 3 രീതിയിൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിന് വാസഗൃഹമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 16ഉം 23ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യോഹന്നാൻ 1:14 യോഹന്നാൻ 14:16 23. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 1. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? എന്നേക്കും ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ 23-ാം വചനം എന്താ പറയുക? 23-ാം വാക്യം പറയുന്നത്, യേശു അവരോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എല്ലാവരും പറഞ്ഞേ, സ്നേഹിക്കുന്നവൻ വചനം പ്രമാണിക്കും. അപ്പോൾ എന്തു പറ്റും? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ വചനം പ്രമാണിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കുമ്പോൾ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ എന്തു പറ്റും? ഞങ്ങൾ, ആരാ ഞങ്ങൾ എന്ന് പറഞ്ഞ? ഞാനും എൻ്റെ പിതാവും എന്തു ചെയ്യും? അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. അപ്പോൾ ആരൊക്കെയുണ്ട്? 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എന്നേക്കുണ്ട്. പിന്നെ ആരാ ഉള്ളത്? പിതാവും പുത്രനും ഉണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാ വരുന്നത്? വാസം ചെയ്യുവാൻ. വാസം ചെയ്യാന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അല്ല കേട്ടാ. പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് എന്ന്. അത് എടുത്തു മാറ്റണം. കർത്താവ് ഗസ്റ്റ് അല്ല, കർത്താവ് ഉടമസ്ഥനാ. നമ്മളാണ് ഗസ്റ്റ്. നമ്മളവിടെ എഴുതി വെക്കില്ലേ ഒരു പ്ലക്കാർഡില്, ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഗസ്റ്റ്. നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടാവും. അത് മാറ്റിയിട്ട് ക്രൈസ്റ്റ് ഈസ് ദി അൺസീൻ ഹോസ്റ്റ് എന്നാക്കണം. കാരണം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വന്നു പോകുന്നവനാ. നമ്മുടെ ക്രിസ്തു വന്നു പോകുന്ന ആളാണോ? സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണോ? സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാ. ഹല്ലേലൂയ. ചില മൈൻഡ് സെറ്റ് ഞാൻ പൊളിക്കുക. ദൈവം നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ വന്നു പോയെന്നൊക്കെ ഇരിക്കും.
തോന്നിയാസ കാണിക്കുന്ന ഞാനാ, ദൈവമല്ല. ദൈവം അവിടെ ഉണ്ട്. ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വഴിയിലൊക്കെ പോകാനുള്ള പ്രവണത എന്നിൽ ചിലപ്പോൾ വരും. അപ്പം കർത്താവ് പറയും മര്യാദയ്ക്ക് വാടാന്ന് പറയും. ഗോഡ് വാണ്ട്സ് us ബാക്ക് ഇൻ ദ ഹൗസ്. ദൈവം നമ്മളെ ആ ഭവനത്തിലേക്ക് മടക്കി വിളിക്കുകയാണ്. കണ്ണടച്ച് എന്ന് എല്ലാവരും, കർത്താവെ ഞാൻ ഇന്ന് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞേ. കർത്താവെ ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം വഴിയിൽ നടന്നവനാണ്. ഞാൻ സ്വന്തം ഇഷ്ടം ഞാൻ ചെയ്യുന്നവനാണ്. പലപ്പോഴും എൻ്റെ തോന്നിവാസത്തരം കാണിക്കുന്നവനാണ്. എന്നാൽ കർത്താവെ, അങ്ങ് ഒരിക്കലും എന്നെ പഴിചാരിയിട്ടില്ല. എന്നെ ഒരിക്കലും അവൻ എന്നെ നിന്ദിച്ചിട്ടില്ല. എന്നെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇതിനു വേണ്ടി എൻ്റെ കർത്താവ് കൊടുത്ത വിലയാണ് നമ്മൾ എപ്പോഴും അറിയേണ്ടത്. ഞാൻ ആരോ പറഞ്ഞ പോലെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 7-ാം വാക്യം പറയുന്ന, നമ്മൾ 5 മുതൽ പറയും, അവൻ എന്താണ്? ദൈവമെന്ന് വിചാരിക്കാതെ, ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ എന്ത് ചെയ്ത്? ദാസരൂപം എടുത്ത് തന്നെ താൻ ശൂന്യമാക്കി. He made himself of no reputation എന്ന് ആ വാക്യം മലയാളത്തിലില്ല. ഒരു പ്രസിദ്ധിയും ആഗ്രഹിച്ചില്ല. ഞാൻ വലുതാണെന്നോ ഞാൻ ദൈവത്തോട് തുല്യനാണെന്നോ ഒന്നും ചിന്തിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ നമ്മൾ ഒഴിച്ചാൽ കാലി എന്ന പോലെ എൻ്റെ ജീവിതം ഞാൻ കാലിയാക്കി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ തെണ്ടിത്തരം കാണിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ കൊള്ളരാമം കാണിക്കുന്നത് നമുക്ക് വേണ്ടി എൻ്റെ കർത്താവ് സ്വന്തം ജീവൻ കൊടുത്തു. ആ ജീവനെ കൊടുത്തത് നമ്മളിന്ന് മനസ്സിലാക്കണം. ആ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തില് അവിടെ ചില ഭാഗങ്ങൾ 8, 9, 10 വായിക്കുമ്പോൾ ഭയങ്കര മർമ്മങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സകലവും അവൻ്റെ കാഴ്ചയിൽ ആക്കിയിരിക്കുന്നു എന്നൊരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവൻ്റെ കീഴിലാക്കിയതിൽ അല്ലെങ്കിൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എല്ലാം കീഴ്പ്പെട്ടാന്ന് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ പറയുന്നത് എന്താണ്? അടുത്ത വാക്യം പറയുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി അവൻ എന്ത് ചെയ്തു? അതെന്ത് മരണോ? നമ്മളെല്ലാവരും മരിച്ചു, നമ്മളെല്ലാവരും മരണം നമ്മൾ തന്നെ ആസ്വദിക്കുന്നത്. ഈ മരണം വേറെ മരണമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് രുചിച്ച മരണം എന്ന് പറയുന്നത് നിത്യമരണമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ കർത്തൃമേശയൊക്കെ നമ്മൾ പലപ്പോഴും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് മുഴുവനും അവൻ്റെ ബാഹ്യമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചാണ്. ഞാൻ പല സഭകളിലും പോകുന്ന ആളാണ്. അവിടെയൊക്കെ പലപ്പോഴും കർത്തൃമേശയൊക്കെ നമ്മളെ കരയിപ്പിച്ചു വിടും. കർത്താവിൻ്റെ ഉഴുവ് ചാല് പോലെ അവിടെ തോണ്ടി കീറി പറിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം ഭയങ്കര. ഞാൻ ആ സിനിമ ഓർക്കും, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഓർക്കും. എത്രമാത്രം കർത്താവിനെ ഞാൻ കരഞ്ഞു പോയാൽ കണ്ടപ്പോൾ അത്രമാത്രം. പക്ഷെ അതിനേക്കാളും വേദന ഒരു കാര്യമുണ്ട്, നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നിത്യമരണം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ അനുഭവിക്കാതിരിക്കുവാൻ അവൻ ആത്മീയമായിട്ടുള്ള ഒരു മരണം, നിത്യമരണം അവൻ നമുക്ക് വേണ്ടി രുചിച്ചതാ. അതിൻ്റെ വേദന എന്താണെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളത് അനുഭവിക്കാതിരിക്കുവാൻ, അതല്ല കർത്താവ് ഈ ഉഴുവ് ചാല് പോലെ ഈ റോഡറെല്ലാം കയറ്റിയപ്പോൾ കർത്താവ് എല്ലാം പറഞ്ഞോ? തിരിച്ചു എല്ലാം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ കർത്താവ് പിതാവിൽ നിന്നുള്ള ആ വേർപാട് അനുഭവിക്കണേക്കാളും മുമ്പ് എന്താ പറഞ്ഞെന്നറിയാമോ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി. അതുവരെ വേറെ ഒന്നും പറഞ്ഞില്ല. ആ വേദന അനുഭവിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. കാരണം അതൊക്കെ നിസ്സാരമാ. ഈ നിത്യമരണം എന്ന് പറയുന്ന ആ വലിയ ഒരു വേദനാജനകമായിട്ടുള്ള ആത്മീയ മരണം എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥ
എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, ഞാനത് നിനക്ക് വേണ്ടി രുചിച്ചെടുത്തു. ഞാൻ അതിനുവേണ്ടി കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അതാ. കർത്താവിനേക്കാളും കൂടുതൽ പീഡനങ്ങളെ ഏറ്റവും ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്തിലുണ്ട്. ഈ ഏത് പീഡന? ശാരീരികമായിട്ട് ജയിലിൽ കിടക്കുന്നവരൊക്കെ ഇന്ന് അവരുടെ കഥ കേട്ടാൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ പീഡന, ഈ ഒരു വേദന ഒരു മനുഷ്യനും ഏറ്റെടുത്തിട്ടില്ല. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായ യേശുവിനെ മരണം അനുഭവിച്ചു കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അവൻ നമുക്ക് വേണ്ടി ചെയ്ത വലിയ ക്രിയകൾ എന്താണെന്ന് നമ്മൾ അനുഭവിച്ച് നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ അവൻ്റെ അനുഭവം എന്താണെന്ന് അവൻ നമ്മളെ ചെയ്തു കാണിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ആ ദാസരൂപം എടുത്തത് കൊണ്ട് അവൻ നമുക്ക് എന്തിനാ ചെയ്തതിന് വേണ്ടിയാ? ദൈവത്തിന് നമ്മളുടെ നടുവിൽ വാസം ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. നമ്മളെ ശുദ്ധീകരിക്കാൻ വേറെ മാർഗമില്ല. കാരണം എന്താ? അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് നീ പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ ആ വാക്യം അവിടെ അത് പൂർണ്ണമായിട്ടും അത് സത്യമായിട്ട് പറഞ്ഞവൻ സത്യമായിട്ട് തന്നെ പറഞ്ഞതാ. കളിവാക്കല്ല അത്. സോറി, നമ്മളൊക്കെ ചിലതൊക്കെ പറയുമ്പോൾ സോറി, നമ്മൾ എന്ത് മിടുക്കന്മാരാ സോറി പറയാൻ. കർത്താവിന് സോറി പറയാൻ പറ്റില്ല. ആരോട് സോറി പറയാനാ? കർത്താവിനോട് സോറി പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്താ? അത് അനുഭവിച്ചേ പറ്റൂ. ആ മരണം എനിക്ക് വേണ്ടി ഒരുവൻ രുചിച്ച് അവൻ അത് ആസ്വദിച്ചെന്ന് പറയുന്നത്. ആ മരണം ആസ്വദിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും ഇന്ന് വെറുതെ വിടുവാനുള്ള ആ ഒരു കാരണം അവിടെയുണ്ട്. നിത്യജീവൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിത്യമരണം അവൻ ആസ്വദിച്ചിട്ടാ നിത്യജീവൻ നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ദൈവം എല്ലാവർക്കും വേണ്ടി ഇപ്രകാരം ചെയ്തപ്പോൾ 19-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ 10:19 പറയുന്ന ഒരു കാര്യമുണ്ട്. എബ്രായർ 10:19 പറയുന്നത് നമുക്ക് വേണ്ടി എന്ത് ചെയ്തപ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി, കണ്ട, ആ മരിച്ച കർത്താവ് തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. എല്ലാവരും പറഞ്ഞേ, ജീവനുള്ള പുതുവഴിയിൽ എനിക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആമേൻ. പിതാവിങ്കിലേക്ക് എനിക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യരിൽ നിന്ന് പറയുന്നത്, 1 കൊറിന്ത്യർ അതിൻ്റെ 16-ാം വാക്യം പറയുന്നത്, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള മർമ്മം നിങ്ങൾ അറിയുന്നില്ലയോ? അത് ആ 1 കൊറിന്ത്യർ 3:16 പറയുന്നത്, നമ്മളാകുന്ന ഈ സഭയുടെ നടുവിൽ അവൻ വസിക്കുന്നു എന്നാണ്. ഇത് കർത്താവിൻ്റെ ആലയമാണ്. കർത്താവിൻ്റെ ആലയം കെട്ടിടമല്ല, കർത്താവിൻ്റെ ആലയം നാമാണ്. എല്ലാവരും പറഞ്ഞേ, കർത്താവിൻ്റെ ആലയം നാമാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ദൈവം ആ വില കൊടുത്തതിന് വേണ്ടി ഇതാണ്. അപ്പൊ ഈ ശിഷ്യന്മാരെല്ലാം ഭയങ്കര ജിജ്ഞാസയായിരുന്നു. ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞു. ദൈവരാജ്യം എവിടെയെന്ന് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞു? ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യം ഇങ്ങനെ അടയാളങ്ങളോട് കൂടിയല്ല വരുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ അവർ മിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം അതിൻ്റെ രാജാവായിട്ടും നമ്മൾ അണികളായിട്ടും ഒരു കുടുംബമായിട്ട് അവിടെ കർത്താവ് നമ്മളെ പണിയുന്നത് ആരും കാണുന്നില്ല. അത് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വലിയ കാര്യങ്ങൾ ഈ ദൈവത്തിന് ആഗ്രഹങ്ങൾ കാണിച്ച പല വ്യക്തികളുണ്ട്. ആരാ? ഒന്ന് ദാവീദ്. ഹല്ലേലൂയ. ദാവീദ് കർത്താവിന് വേണ്ടി നല്ല താല്പര്യമുള്ളവനാ. കിട്ടുന്ന സമയം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ. പാട്ടൊക്കെ പാടി
അവന് കർത്താവിൻ്റെ ഒരു വാഞ്ച, കർത്താവിനോട് ചേരണം, കർത്താവിൻ്റെ അടുത്ത് എൻ്റെ ചുറ്റും കർത്താവ് വേണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ദാവീദ്. അതുകൊണ്ട് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചത്. കാരണം ദാവീദിന്റെ ഒരു ആഗ്രഹം എന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കണം. പഴയ നിയമത്തിൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. പഴയ നിയമത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം നമുക്കിവിടെ വന്ന് ആ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊന്നും, ആ ആലയത്തിന് അടുത്തൊന്നും പോകാനുള്ള കപ്പാസിറ്റി ആർക്കും ഇല്ല. ഇന്ന് കർത്താവ് അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ നടുവിൽ ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് വേണ്ടി ചെയ്ത സകലതും ഇതിനു വേണ്ടിയാണെന്ന് നമ്മുടെ കർത്താവ് കാണിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ നടുവിൽ വന്ന് പാർക്കുവാൻ. ഹി ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഇന്ന് നമ്മൾ ജീവക്കല്ലുകളായിട്ട് ആ ആലയത്തിൽ നമ്മൾ പണിയപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി വിശുദ്ധ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്തോത്രഗീതങ്ങളും നമ്മൾ പറയുന്ന നമ്മുടെ സ്തോത്രം എന്ന വഴിപാടും ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഒരു യാഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പണ്ട് ഇങ്ങനെ നേരത്തെ അവിടെ ഈ ഭോജനയാഗവും ഹനനയാഗവും എന്തെല്ലാം പാനീയ യാഗങ്ങളും എല്ലാം കൊണ്ടൊന്ന് ഇങ്ങനെ വീശുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. ഒരു അർത്ഥം ഒന്നും മനസ്സിലാണില്ല. ഇന്ന് നമ്മൾ കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിനെ വീശിക്കൊണ്ട് ആരാധിക്കുകയാണ്. ആമേൻ. ഇന്ന് അവന് മഹത്വം നമ്മൾ കൈവരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം നമുക്കൊരു കളം ഒരുക്കി. അതാണ് നമ്മുടെ സഭ. അല്ലേ? കണ്ണടച്ചേ. കർത്താവെ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ആ വലിയ ദൈവത്തെ അനുഭവിക്കുവാൻ, കർത്താവെ, ഞങ്ങൾ ഇന്ന് വെറുതെ വാക്കാൽ പറഞ്ഞതല്ല, എന്നാൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾ അനുവദിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അവിടെ മറിയ, മാർത്തയുടെ സിസ്റ്റർ, അവിടെ മറ്റു മാർത്തയെക്കാളും കൂടുതൽ ഒരു കാര്യം ചെയ്ത് അവൾ നല്ല അംശത്തെ തെരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞത്. എന്താ കാരണം? കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള ഒരു വലിയൊരു പ്രവണത കാണിച്ചു. ആമേൻ. ഇതിൻ്റെയൊക്കെ എന്തിനാ അർത്ഥം എന്നറിയാമോ? ഞാൻ ഈ പഴയ നിയമത്തിൽ ഒരു ഭാഗം ഞാൻ വായിച്ചായിരുന്നു. പഴയ നിയമത്തിലൊരു ഭാഗം അത് നിങ്ങളത് വായിക്കണോ? അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 13:21. 2 രാജാക്കന്മാരുടെ പുസ്തകം, പഴയ പേജൊക്കെ ഒട്ടിയിരിക്കുന്ന പുസ്തകമാണ്, നമ്മളൊന്നും വായിക്കാറില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടകൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിൻ്റെ കല്ലറയിലിട്ടു. പേടിച്ചോടിയതാ. ഇതിന്റെ കാര്യം മനസ്സിലായ? ഈ പണ്ടത്തെ കാലത്തുണ്ടല്ല, ഈ ഇസ്രായേൽ മക്കളെ ഈ ശത്രുക്കൾ ഇങ്ങനെ പിന്തുടർന്ന് അവരെ വിറപ്പിച്ച് നിർത്തിയൊക്കെയാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവം എന്തിനാ അനുവദിച്ചത്? ഇങ്ങനെ ഇവര് ദൈവത്തെ വിളിക്കും, ദൈവത്തെ വിളിച്ച് അടുത്ത സെക്കൻഡ് ദൈവത്തെ മറക്കും. നേരത്തെ ബേബി ബ്രദറോടൊന്ന് പറഞ്ഞില്ലേ, ദൈവത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അവർ നോക്കുമ്പോൾ വേണ്ടല്ല, ഈ ജാതികൾ കൊള്ളാം, അടിപൊളി, നമ്മൾ എന്തും ഒരു എൻജോയ്മെന്റും ഇല്ലാത്ത കുറെ ആൾക്കാർ, അവര് നല്ല അടിപൊളിയാ. നമ്മുടെ ബേബി ബ്രദർ വായിച്ചില്ലേ, അത് കറക്റ്റാണ്. അത് അവർ നോക്കി ഏത് ദൈവത്തെയാണെന്ന് നോക്കുക, അത് ആ ദൈവത്തെ, ഞങ്ങൾക്ക് ആ ദൈവത്തെ വേണം. ഭയങ്കര താല്പര്യമാണ് മറ്റേ ദൈവങ്ങളെ ആരാധിക്കാൻ. അപ്പൊ ഇതുപോലെ ആരാധിച്ചിരുന്ന ദൈവം എന്ത് ചെയ്യുന്നറിയോ? ശത്രുക്കളാക്കാൻ തുടങ്ങി. ഒരാളെ മനുഷ്യനെ അടക്കാൻ വേണ്ടി പോവാ, അടക്കാൻ വേണ്ടി ചെന്നപ്പോഴുണ്ടല്ലോ ശത്രുക്കൾ അവിടുന്ന് വരിക, ശവത്തെ ഇട്ടുണ്ട് ഓടിക്കണം. ഇട്ടപ്പോ എങ്ങോട്ടാ ഇട്ടത്? ഏലീശാവിന്റെ ശവക്കൂട്ടിനകത്തു. എന്ത് സംഭവിച്ചു അവിടെ? അവൻ അതിൽ വീണു. ഏത് ശവം? മനുഷ്യനല്ല വീണത്. നമ്മളൊക്കെ ആണെങ്കിൽ മനുഷ്യന് വീഴും. ശവത്തെയാണ് വലിച്ചെറിഞ്ഞെന്ന്. അതിൽ വീണു. ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ, ഏലീശ മരിച്ചിട്ട് കൊല്ലങ്ങളായി, അസ്ഥികളെ തൊട്ടപ്പോൾ എന്തു പറ്റി? ശവം ജീവിച്ചു വന്ന്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനകത്ത് എന്താ അർത്ഥം എന്നറിയാമോ? ഈ ഏലീശാന്റെ ചത്ത ശരീരം ഇത്ര അഭിഷേകമുള്ള വ്യക്തിയാ. ആ ചത്ത ശരീരത്തിൽ ഇത്രയുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ പവർ എന്ന് ആലോചിച്ച് നോക്ക്. ഏലീശാവിൻ്റെ ചത്ത ശരീരത്തിന്റെ മുകളിൽ അഭിഷേകം നിലനിൽക്കുകയാണ് ഇപ്പോഴും. ഒരു മൃദു ശരീരം, ഞാനാണെങ്കിൽ പേടിച്ച് ഓടിയാൻ അവിടെ നിന്ന്. ശത്രുക്കളെക്കാളും കൂടുതൽ പേടിയാവും എനിക്ക് ഇത് കാണുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ശവത്തെ കൊണ്ട് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന എന്തിനാ അറിയാമോ? ജീവന്റെ പകർച്ചയാണ്. ഈ കർത്താവ് ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്ന വാക്യങ്ങളൊക്കെ. യോഹന്നാന്റെ 14:6 വാക്യം, ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ, അല്ലേ? നമ്മൾ പഠിക്കും, അല്ലേ? ബൈഹാർട്ടല്ലേ? എന്ത് ജീവനെ കുറിച്ചാ പറയുന്നത്? ജീവനില്ലാത്ത നമുക്ക് ജീവന്റെ പകർച്ച നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയാണ്. ഹല്ലേലൂയ. ഇന്നും ആ ശക്തി, ഇന്ന് കർത്താവിനോട് ഇന്ന് അവനോട് ഏറ്റുമുട്ടുന്നു. കർത്താവിന്റെ പുനരുദ്ധാന ശക്തി നമ്മിലേക്ക് പകർന്നു വരികയാണ്. ഇന്ന് ആരെങ്കിലും ഡള്ളായിട്ടിരിക്കണ്ടോ? ഇവിടെ ഒരു ജീവനില്ലാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടോ? ഒന്ന് കർത്താവിന് നോക്ക്. ഹല്ലേലൂയ. സങ്കീർത്തനം 35:4 പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല, എന്നാൽ അവർ പ്രകാശിതരായി. They are radiant. എന്താ റേഡിയൻ എന്ന് പറഞ്ഞാൽ? റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റേഡിയൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ്. അതിൻ്റെ ഒരു പ്രസരണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കൂല. റേഡിയൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ. ഇന്ന് കർത്താവിൻ്റെ സന്നിധി പോയാൽ ഒരു റേഡിയേഷൻ നമ്മുടെ മേൽ അടിച്ചു കഴിഞ്ഞാൽ ജീവൻ വരും. എഫീസ്യർ 1:19-20 വാക്യം, ക്രിസ്തുവിനെ മരണത്തിന് ഉയർപ്പിച്ച അതേ ശക്തി നിന്നിലും എന്നിലുമുണ്ട്. ഈ ശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം, അത് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധി പോകണം. കർത്താവിൻ്റെ അതിശക്തമായിട്ടുള്ള ജീവന്റെ ഒരു ആത്മാവിന്റെ പകർച്ച ഇന്ന് എന്നിലേക്ക് വരണമെങ്കിൽ അവൻ്റെ അടുത്ത് പോയാൽ മതി. ഞാൻ ചില സമയത്തൊക്കെ ചില സമയത്തുണ്ട്, ഭയങ്കര വിഷമിച്ചിരിക്കണം, ഡള്ളാണ് സമയം. എന്തിനു വേണ്ടിയാ? ഒരു സുഖമില്ല, ബോറടി പോലെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയാൽ മതി. ജീവന്റെ ആത്മാവിന്റെ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്താ ആത്മഹത്യ ചെയ്യാൻ കാരണം? എന്താ? മടുത്ത്. കർത്താവിന്റെ സന്നിധി പോണം. പിശാചിന്റെ സന്നിധി പോയാൽ നേരെ ഓപ്പോസിറ്റാ. പിശാചിന്റെ സന്നിധി പോയാൽ ഉള്ളതും പോവും. അറപ്പാനും മുടിപ്പാനും മോഷ്ടിക്കാൻ എല്ലാം പിടിച്ചോണ്ടു. എന്റെ കർത്താവ് തരുന്നവനാ. ജീവന്റെ ആത്മാവിന്റെ പകർച്ച. എല്ലാവരും പറഞ്ഞേ, ജീവന്റെ ആത്മാവിന്റെ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. അവനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ ജീവന്റെ വെയിൻസ് ആണ് എല്ലാം ഇങ്ങനെ പകർന്നു വരുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അനുഭവിക്കണം. പിന്നെ ഈ പ്രായമൊന്നും വിഷയമല്ല, തുള്ളിച്ചാടും നമ്മൾ. ഹല്ലേലൂയ. ആർക്കും ഇങ്ങനെ തോന്നണ്ട പ്രായമാണെന്നൊക്കെ. അതെ, ഞാൻ ആലോചിക്കണേ, മോശ 120-ാം വയസ്സിലെ ചുറുചുറുക്കോട് കൂടി നടന്നെങ്കിൽ ദൈവസന്നിധിയിലാ. വേറെ എന്താ? പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ ബ്യൂട്ടി പാർലറൊന്നും പോകണ്ട, ദൈവസന്നിധി പോയാൽ മതി. ബ്യൂട്ടി പാർലർ ചെയ്യണത് ഞാൻ നിങ്ങളെ ബിസിനസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാണ്, പ്രസരിപ്പ് വരണമെങ്കിൽ അവൻ്റെ സന്നിധി പോണം. ജീവൻ വേണമെങ്കിൽ അടുത്ത ആളോട് പറ, നിങ്ങൾക്കുള്ള വചനമെന്ന് പറ. ജീവന്റെ വചനോ? അവന്റെ കണ്ണ് ചിമ്മിപ്പോയില്ല, മങ്ങിപ്പോയില്ല, അവന്റെ ശരീരത്തിൽ എന്തുമില്ല, ആരോഗ്യം നഷ്ടപ്പെട്ടില്ല, ചെരുപ്പ് തേഞ്ഞും പോയില്ല.
ഉടുപ്പ് ചെറുതായുമില്ല. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഭയങ്കരം തന്നെ. എല്ലാം വളരും. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെയാ. ജീവൻ എല്ലാത്തിനും വരും. ആരോ കർത്താവിൻ്റെ സന്നിധി പോയിട്ട് പറഞ്ഞാ, കർത്താവിൻ്റെ സന്നിധി പോയിട്ട് ഒരാൾ, ഞങ്ങൾ അറിയുന്നൊരു പെൺകുട്ടിയാണ്, അവള് പാസ്റ്ററെ ഞാൻ കർത്താവിൻ്റെ സന്നിധി പോയി, പേടിച്ചു പോയി. കർത്താവിൻ്റെ സന്നിധി പോയിട്ട് അവൾ പറയാ, അവിടെ പോയിട്ട് എല്ലാത്തിനും ജീവനുണ്ടെന്ന്. വെള്ളത്തിനും ജീവൻ. വെള്ളമൊക്കെ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജീവനുള്ള വെള്ളം, നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. അത് അവിടെ പോയാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. സകലത്തിനും ജീവനില്ലാത്ത ഒന്നുമില്ല അവിടെ. എല്ലാറ്റിനും ജീവനുണ്ട്, നിറത്തിനും ജീവനുണ്ടെന്ന്. ഇനി എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കാണാത്തൊരു മേഖലയാണ്. നമ്മുടെ ഈ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു മേഖലയുണ്ട്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്താണ്? ഇല്ല. അത് ദൈവം അതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അതിന് തുടക്കമാണ് കർത്താവിൻ്റെ വാസസ്ഥലമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാം ലഭ്യമാണെന്നും സന്തോഷത്തിൻ്റെ പാരമ്യവും പൂർണ്ണതയും അവിടെ നിനക്ക് കിട്ടും. ഈ ലോകം നിനക്ക് തരാത്ത സമാധാനം ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാരണം അതാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് 15:7 പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. 2 തരത്തിലുള്ള വാസസ്ഥലമാണ് പറയുന്നത്. ഒന്ന്, വചനം നിങ്ങളിലും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലും വസിക്കുമ്പോൾ എന്തു പറ്റും? നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. 1. 2, നിങ്ങൾ ഫലം കായ്ക്കും. ആ വചനം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? 15 യോഹന്നാന്റെ 15:7 അത് വായിച്ചോ? നല്ലൊരു വചനം. അവിടെ പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ഏതെങ്കിലും അപേക്ഷിപ്പിൻ. അപ്പോൾ വസിച്ചാൽ കർത്താവിൽ നമുക്ക് വസിക്കാം. അത്യുന്നതൻ്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഇതെന്താ എൻ്റെ ഇത് കർത്താവിൽ വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ കർത്താവ് അതല്ല പറയുന്നത്, ഞാൻ നിങ്ങളിൽ വസിക്കാന്ന്. നിങ്ങൾ എന്നിൽ വസിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അതിലും താല്പര്യം നിങ്ങളിൽ വസിക്കാനാണ്. അപ്പൊ അവിടെ പറയുന്ന, ഇഫ് യു അബൈഡ് ഇൻ മീ, അത് കർത്താവിൽ വസിച്ചാൽ, അത്യുന്നതന്റെ മറവിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ, എൻ്റെ വാക്കുകൾ, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ, അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ വസിക്കേണ്ടതെന്ന് നമ്മൾ പേരേണ്ട. ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ കുറെ വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞു. വായിക്കണം കേട്ടോ. ഒരു പ്ലാൻ ഉണ്ടാക്കണം, എന്നിട്ട് വായിക്കണം. വായിക്കുക മാത്രമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുകയും വേണം. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂലേ? 1. അടുത്ത വാക്യം വായിക്ക്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഇനി വേറെ മാർഗമൊന്നും നോക്കണ്ട കേട്ടാ, വചനം ഉള്ളിൽ കയറ്റിയാൽ മതി. അടുത്തത്, നിങ്ങൾ ഫലം കായ്ക്കും. കാരണം എന്താ? നമ്മൾ മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുകയാണ്. എനർജി നമുക്ക് കിട്ടും, ശക്തി നമ്മളിലേക്ക് ഒഴുകും, ജീവൻ പകർന്നു കിട്ടും. പിന്നെ നമ്മൾ ഫലം കായ്ക്കാതെ അവിടെ പോണ്. ഫലം കായ്ക്കുക മാത്രമല്ല, പിതാവിന് അതിലൂടെ മഹത്വം ലഭിക്കുകയും നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന് അറിയുകയും. ആരറിയും? ലോകമറിയും. അപ്പൊ കർത്താവിന്റെ ശിഷ്യരെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ശിഷ്യരെന്ന് എഴുതണ്ട. നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ കർത്താവിൽ വസിച്ച് കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മൾ വേറെ ലെവലിലാ. ഹല്ലേലൂയ. നമ്മൾ തോൽവിയിൽ ജീവിക്കുന്നവരല്ല, പിന്നെ ജയാളിയാ. ക്രിസ്തുവിൽ ഞാൻ, അടുത്താൾ പറ, ക്രിസ്തുവിൽ ഞാൻ ജയാളിയാന്ന് പറ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിന്റെ ജീവനാണ്. രണ്ടാമത്തെ കാര്യം, പിശാചിനെതിരെ നിൽക്കുവാൻ. ഇവിടെ ഒരു കൊച്ചു വന്നിട്ട് ഇവിടെ പറഞ്ഞ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇവരൊന്നും നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തുകയില്ല. അല്ലേ? എന്താ കാര്യം? നിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ല,
നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും. 1 യോഹന്നാൻ 4:4. ഹല്ലേലൂയ. ഒരു തൊടാൻ പറ്റില്ല നമ്മളാ. നീ സമ്പത്താ, നീ കർത്താവിൻ്റെ കൺമണിയാ. ഹല്ലേലൂയ. കണ്ണിൻമണി ഈ കൺമണിയെ തൊടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുത്താൻ ധൈര്യമുണ്ടോ? ഇല്ല. എൻ്റെ കർത്താവ് കൺമണിയായിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങളെ ആരും പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആപ്പിൾ ഓഫ് ദി ഐ എന്നാ പറയുന്നത്. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയന് പ്രിയപ്പെട്ടതാ ഞാനും നിങ്ങളും. വിട്ടുകൊടുക്കത്തില്ല. ഈ പിശാച് പല രീതിയിൽ നമ്മളെ വഹിക്കാനും നമ്മളെ കൊള്ളയടിക്കാനും അവൻ്റെ ജോലി അതാണെങ്കിൽ, കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ ഒരുത്തരും നമ്മുടെ പാളയത്തിൽ വരാൻ പറ്റില്ല, അടുത്ത് വരാൻ പറ്റില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് ജീവന്റെ പകർച്ച കിട്ടും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടല്ലേ പറഞ്ഞത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. വന്നു നോക്കട്ടെ. ഈ പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ, ഈ ഗോപുരം എന്ന് പറഞ്ഞാൽ എന്താ? ഗോപുരം എന്ന് പറഞ്ഞാൽ അവന്റെ പവറാ. ഗോപുരം എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട കവാടമാണ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അറിയാവോ? ഏത് വീട്ടിലെടുത്ത് നോക്കിക്കോ, ചിലപ്പോൾ അവിടെ ഇവിടെ ചിലപ്പോൾ കർട്ടനായിരിക്കും, ചിലപ്പോൾ വാതിലൽപ്പം ഉണ്ടാവില്ല, പക്ഷെ പ്രധാനപ്പെട്ട കവാടം ഉണ്ടാവും. ആ കവാടം പറയും ഞങ്ങളുടെ വീടിന്റെ പ്രൗഢി എന്താണെന്ന് കാണിക്കും. അതുകൊണ്ട് പലരും ഇപ്പൊ തേക്കിന്റെ വാതിലാ വെക്കണം. കള്ളൻ അറിയാവുന്നതുകൊണ്ട് കള്ളൻ വെന്റിലേറ്ററിലൂടെ കയറുന്നത്, മറ്റേ വഴി കയറാറില്ല. കാരണം അത് പ്രധാനപ്പെട്ട കവാടമാണല്ലോ. അതിന്റെ അർത്ഥം ഇതാണ്, പ്രധാനപ്പെട്ട കവാടം എന്ന് പറയുന്നത് ശക്തി കേന്ദ്രമാണ്. പിശാചിന്റെ മുഴുവൻ ശക്തി വന്നാലും സഭയ്ക്കെതിരെ ജയിക്കുക. അതുകൊണ്ട് സഭയിൽ വരേണ്ട ആവശ്യത. നമ്മൾ സഭയിലല്ലെങ്കിൽ പിശാചിനെ നമ്മളെ മാറ്റാൻ പറ്റും. സഭയുടെ ശക്തി എന്താണെന്ന് അറിയാമോ? തൊടാൻ പറ്റില്ല. കർത്താവിന്റെ വാസസ്ഥലോ. പിശാചിന് വരാൻ പറ്റുമോ? തൊടാൻ പറ്റത്തില്ല. പാതാള ഗോപുരം എത്ര ശ്രമിച്ചാലും ജയിക്കുക. അതിലെ ഈ റോമറിൽ 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, പിശാചിനെ കാൽക്കീഴിൽ വെക്കാൻ പോകണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല പറയണത്. കർത്താവ് ഓരോ കാര്യത്തിന് അർത്ഥമുണ്ട്. ദൈവം നമുക്ക് നൽകിയിരുന്ന പദവി അതാ. കർത്താവിന്റെ സന്നദ്ധയിൽ ഒരു തോൽവി നിന്നെ ജയിക്കുകയില്ല, ഒരു പരാജയം നിന്റെ അടുത്ത് വരില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. പലരും വരാറുണ്ട് ഇങ്ങനെ, ജോലി പാസ്റ്റർ ജോലി. ഞാൻ പറഞ്ഞു എന്ത് ജോലിയാണ് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രത്യേക ജോലി പറഞ്ഞു. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ മതി, ജോലി നിന്റെ പിന്നാലെ വരും. ഞാൻ പറഞ്ഞത്രക്ക് മനസ്സിലായി. ജോലിക്ക് വേണ്ടി കിടന്ന് എരയണ്ട. നമ്മളെന്താ ഭിക്ഷക്കാരാ? രാജാവിൻ്റെ മക്കളാ. രാജാവിൻ്റെ സന്നിധിയിൽ നിന്നാൽ മതി, രാജാവിൽ വസിക്ക്. രാജാവ് നിന്നിൽ വസിക്കുമ്പോൾ ജോലി നിന്നെ അന്വേഷിച്ചു വരും. ഹല്ലേലൂയ. തോൽവിയിൽ ജീവിക്കല്ലേ, ഉയർന്ന് ചിന്തിക്കുക. എൻ്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത് വേറൊരു ലെവലിലാണ്, പക്ഷെ അവൻ്റെ സന്നദ്ധിയിലായിരിക്കണം. നമ്മൾ ചുമ്മാ കർത്താവെ ഇങ്ങനെ വരട്ടെ ഒന്നും വരാൻ പോണില്ല. അവൻ്റെ സന്നിധിയിൽ പോയിരിക്കും. ഇന്ന് വിശ്വാസികൾ ഭയങ്കര ഈ ഹൈപ്പർ വിശ്വാസികളാ. എന്നിട്ട് പറഞ്ഞ് വരട്ടെ എന്ത് വരട്ടെ, ഇങ്ങനെ വന്നോണ്ട് ഇങ്ങനെ കാണിച്ചു ഒരു കാര്യമില്ല. ഇങ്ങനെ കാണിക്കുന്ന കർത്താവിൻ്റെ സന്നിധി പോയാൽ മതി. അവൻ നമ്മുടെ സന്നിധിയിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും ചെയ്യാം. ആമേൻ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു പുനഃസ്ഥാപനം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. എത്ര പേർക്കറിയാം നമ്മുടെ സ്നേഹം മുഴുവൻ പോയെന്ന്? സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക. ഇന്ന് ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതൊക്കെ സ്നേഹത്തിന് വേണ്ടിയാ. ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധമാ. എന്താ കാരണം എന്നറിയോ? ഒരു പറ്റ് സ്നേഹം തരാനാ. 1/2 കിലോ ഉള്ളി മേടിക്കാം, സ്നേഹം മേടിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്തൊക്കെ ചെയ്താലും പറയാം എന്താ, നിങ്ങൾ എന്നെ സ്നേഹം എവിടുന്നാ മേടിക്കേണ്ടത്? കമ്പോളം മാറിപ്പോയി, മോളിൽ പോണം. കർത്താവിന്റെ സന്നിധിയിലാണ് സ്നേഹമുള്ളത്. ഉറവിടത്തിൽ പോവുക. അടുത്ത ആൾ പറ, ഉറവിടത്തിൽ പോയാൽ സ്നേഹം കിട്ടുള്ളൂ എന്ന് പറ. ഉറവിടത്തിൽ പോകാൻ പറ.
ഹല്ലേലൂയ. മനുഷ്യരൊന്നും കിട്ടാൻ പോണില്ല. ചിലപ്പോൾ ഇളിയിട്ട് വേറെ ഒന്നും കിട്ടില്ല. സ്നേഹം വേണമെങ്കിൽ കർത്താവിന്റെ സന്നിധി പോണം. അവിടുന്ന് വല്ലതും കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കയ്യിലൊന്നുമില്ലെങ്കിൽ വല്ലതും കൊടുക്കാൻ പറ്റുമോ? പ്രാപിക്ക്, കൊടുക്ക്, പ്രാപിക്ക്, കൊടുക്ക്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ജീവന്റെ പകർച്ച. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ശക്തി. പിശാച് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. നമ്മുടെ സകല പരാജയത്തിൽ ഞാൻ പറയും, നമ്മുടെ ഈ അദൃശ്യമായിട്ടുള്ള ശക്തികള് ദൃശ്യമായ ശക്തികളെ കൺട്രോൾ ചെയ്യുന്ന എത്ര പേർക്ക് അറിയാം? അദൃശ്യമായ ശക്തികളാണ് ദൃശ്യമായ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ അദൃശ്യമായ ലോകത്തിൽ അധിപനായ ക്രിസ്തുവിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അദൃശ്യനായ ഒരു ശക്തിയും എൻ്റെ അടുക്കൽ വരികയില്ല. കാരണം എന്ത്? അവൻ അധിപനാണ്. സകലത്തിൻ്റെയും മുകളിൽ ഇരിക്കുന്നവനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അദൃശ്യ ശക്തികളുടെ മുകളിലിരിക്കുന്ന ക്രിസ്തുവിനെ നീ പിടിച്ചാൽ ഒരു ഹാനിയും നിനക്ക് വരികയില്ല. നീ ജീവിതത്തിൽ നീ മുന്നേറാൻ പഠിക്കും. നീ മുന്നേറിക്കൊണ്ടിരിക്കും. കാരണം നീ ആരുടെ കൂടെ ഉള്ളത്? നിന്റെ ദൈവത്തിന്റെ കൂടെയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? രൂപാന്തരം വരും. അല്ലേ? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? നീ എന്താണ് എല്ലാം ക്ലിയർ ആണ്, നീ നിന്നെ തന്നെ വഞ്ചിക്കേണ്ടെന്നാ പറയണത്. നീ പാവമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വഞ്ചിക്കേണ്ട. എനിക്ക് നിങ്ങൾക്ക് കുറവുണ്ട്. പക്ഷേ അവിടെ പറയുന്നുണ്ട്, അവൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. നമ്മൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ നമ്മൾ അവൻ്റെ വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വെളിച്ചം നമ്മളിലേക്കും വരും. പിന്നെ നമുക്ക് എന്തുണ്ട്? കൂട്ടായ്മ. കാരണം എൻ്റെ കൂട്ടായ്മ ആരായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഞാൻ ചേർന്നു. നമ്മളെല്ലാവരും ചേരുകയാണ്. അപ്പൊ എന്തു പറ്റും? അത് മാത്രമല്ല, എന്നിട്ട് അത് ചെയ്യുമ്പോഴാണ് അവിടെ അടുത്ത വാക്യം നമുക്കുള്ളതാ. അവിടെ പറയുന്ന അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇതിന് കണ്ടീഷനുണ്ട്. നമ്മൾ ചുമ്മാ ഈ പാപിയാവുമ്പോ കർത്താവേ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാവങ്ങളെല്ലാം കഴുകിക്കണമേ, കഴുകി ഇല്ല. ഇവിടെ റീസൺ പറയുന്നുണ്ട്, വെളിച്ചത്തിൽ വരണം. ഇതിന്റെ പൂർണ്ണത വരണമെങ്കിൽ വെളിച്ചത്തിൽ വരണം എന്നാണ്, അവൻ്റെ സന്നിധിയിൽ വരണം. ഇന്ന് നമ്മൾ അവൻ്റെ സന്നിധിയിലാണ്. എല്ലാവരും പറഞ്ഞേ, ഇന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് എന്തുണ്ട്? പൂർണ്ണമായിട്ട് എനിക്ക് കഴുകലുണ്ട്. കാരണം അവിടെ പറയുന്നത് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ട്രാൻസ്ഫർമേഷൻ ഓഫ് ലൈഫ് ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് ജീവിതത്തിൽ രൂപാന്തരം വേണമെങ്കിൽ അവൻ്റെ സന്നിധിയിലാണ് രൂപാന്തരം കൈവരിക്കുവാൻ സാധിക്കുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ജീവന്റെ പകർച്ച. 2, ശത്രുവിനെതിരെ നിനക്ക് നിൽക്കാൻ പറ്റും. 3, ജീവിതത്തിൽ മാറ്റം നിനക്ക് വരുവാൻ സാധിക്കും. ആമേൻ. നമുക്ക് എഴുന്നേക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കരങ്ങളെല്ലാം ഇന്ന് കർത്താവിലേക്ക് ഉയരട്ടെ. ഇന്ന് ജീവിതത്തിൽ അവൻ്റെ സന്നിധിയിൽ ഇന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരാനുള്ളൊരു അവസരം ഞാൻ നൽകുകയാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എല്ലാവരും കര ഉയർത്തി പറഞ്ഞേ, ലോർഡ് ഐ കം ബാക്ക് ഇൻ ടു യുവർ പ്രസൻസ്. പാപത്തിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞാൻ വേർപെട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാവരും പറ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, I surrender myself at the feet of Jesus. ഇന്ന് അവൻ എൻ്റെ മധ്യത്തിൽ വാസം ചെയ്യുവാൻ, ഇന്ന് എന്നെ അവിശുദ്ധ ഗണത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവ്, എൻ്റെ മനസ്സ്, ബുദ്ധി, ചിന്ത, ഇച്ഛാശക്തി എല്ലാം ഇന്ന് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എല്ലാറ്റിനെയും കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. I take a decision to follow my Lord. I take a decision to worship him only. Yeah.
പാട്ടെ. ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ച്. എന്തുകൊണ്ടെന്നാ യോഗ്യൻ നീ യേശുവേ, യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ സർവസ്തുതികൾക്ക് യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ആശീർവാദത്തിന് നമ്മുടെ തലകൾ വണങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കർത്താവേ, വേഗം വരണമേ.